ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. പോർക്കളത്തിലെ യുദ്ധത്തിന് ഇനി 17 നാളാണ് ബാക്കി. പത്രികാ സമർപ്പണം പൂർത്തിയാക്കി നേതാക്കൾ കളം നിറയുമ്പോൾ ഡീലാണ് പ്രധാന വിഷയം. പാലക്കാട് കാവിക്ക് കൂട്ടുനിന്ന് 10 തുടർഭരണത്തിന് കൈകോർത്തുവെന്ന ആരോപണം പ്രതിപക്ഷം ആവർത്തിക്കുമ്പോൾ നിയമമെടുത്ത് ചെക്ക് വയ്ക്കുകയാണ് മുഖ്യമന്ത്രി. കോലി പറഞ്ഞു തുടങ്ങിയ മുഖ്യൻ 2016 BJP നിയമത്ത് അക്കൗണ്ട് തുറന്നതെങ്ങനെ എന്ന മറുചോദ്യമാണ് മറുപടിയായി ഉയർത്തിയത്. പ്രതിപക്ഷ നേതാവ് കോന്നിയും കാസർഗോഡും മഞ്ചേശ്വരവും എടുത്തു പറഞ്ഞ തൃശൂർ സീറ്റ് BJPക്ക് കിട്ടിയ ശേഷം കരുവന്നൂരിലെ EDയുടെ പിടിമുറുക്കൽ എവിടെ എന്ന പരിഹാസവും ചൊരിയുന്നുണ്ട്. മറുവശത്ത് ചെറ്റത്തരം എന്ന മുഖ്യമന്ത്രിയുടെ വാമൊഴി വടക്കത്തിന് ചെറ്റ വേറെ ചെറ്റത്തരം വേറെ എന്ന നിഘണ്ടുവിന്റെ സഹായത്തോടെ വിശദീകരണവുമായി AK ബാലൻ രംഗത്തെത്തിയിട്ടുണ്ട്. ബാലന്റേത് ക്രിസ്റ്റൽ ക്ലിയർ വിശദീകരണമായതിനാൽ ആ വിവാദം അവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഗുരുവായൂരിൽ ഹിന്ദു MLA വേണമെന്ന് പറഞ്ഞ് പുലിവാല് പിടിച്ച B ഗോപാലകൃഷ്ണൻ പിന്തുണയുമായി എത്തിയ സംസ്ഥാന അധ്യക്ഷൻ മക്കയിൽ ഹിന്ദു പ്രതിനിധി വരുമോ, വത്തിക്കാനിൽ മറ്റു മതസ്ഥർ സെനറ്റിലേക്ക് വരുമോ തുടങ്ങിയ $1 മില്യൺ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. ഡീൽ യുദ്ധമോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ CPM-ൽ നിന്നും അഡ്വക്കേറ്റ് KS അരുൺകുമാർ, കോൺഗ്രസിൽ നിന്നും ഡോക്ടർ ജിൻഡോ ജോൺ, വലത് നിരീക്ഷകൻ AK അനുരാജ്, ജോർജ് പൊടിപാറ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ അഡ്വക്കേറ്റ് അരുണിലേക്കാണ് പോകുന്നത്. അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഡീൽ ഇവിടെ BJPയും കോൺഗ്രസും തമ്മിലാണ് എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉയർത്തുമ്പോൾ നിയമം, അത് വളരെ മുമ്പും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നിയമത്തിന്റെ കാര്യം എടുത്തു പറയുന്നു. അതോടൊപ്പം കോലി B സഖ്യമെന്ന പഴയ ആരോപണം അതും ആവർത്തിക്കുന്നുണ്ട്. ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്കുള്ള മറുപടിയായി മാറുന്നുണ്ടോ? നേമത്ത് ഡീൽ നടന്നു എന്ന് എങ്ങനെയാണ് CPM-ന് സ്ഥാപിക്കാൻ കഴിയുക? ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ വളരെ ക്ലാരിറ്റിയോടെ തന്നെ മറുപടി പറഞ്ഞതാണ്. നേമത്ത് 62,000-ഓളം വോട്ടുണ്ടായിരുന്ന കോൺഗ്രസ് അത് പടിപടിയായിട്ട് 17,000 വോട്ടായിട്ട് ചുരുങ്ങി. അതിന്റെ വോട്ട് കണക്കെല്ലാം പൊതുസമൂഹത്തിലുണ്ട്. അത്തരത്തിൽ വോട്ട് ചുരുങ്ങിയപ്പോഴാണല്ലോ 3-ാം സ്ഥാനത്ത് നിന്ന് BJP 1-ാം സ്ഥാനത്തേക്ക് വളർന്നു വന്നതും പിന്നീട് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും അവിടെ LDF ആ മണ്ഡലം തിരിച്ചു പിടിച്ചതുമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉയർത്താൻ ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങളും ഇല്ല എന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കുക, ഒരു നുണ പലവട്ടം ആവർത്തിച്ചത് സത്യമാക്കുക എന്നതാണ് UDF-ന്റെ നേതാക്കന്മാർ മത്സരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരാഴ്ച മുമ്പ് ബീഹാറിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, നമുക്കറിയാം രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു, ബീഹാറും ഒറീസയും. അവിടെ BJPക്ക് മുൻതൂക്കം എന്ന് പറഞ്ഞ് പത്രമാധ്യമങ്ങളിൽ വാർത്ത വന്നു. എങ്ങനെയാ BJPക്ക് മുൻതൂക്കം ഉണ്ടായത് എന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണ്. കോൺഗ്രസിന്റെ MLA-മാർ മനഃപൂർവ്വം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന് ബീഹാറിലും ഒറീസയിലുമെല്ലാം BJPയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിച്ചതുമെല്ലാം ഒരാഴ്ച മുമ്പ് നമ്മൾ കണ്ടതാണ്. ഏതെങ്കിലും തരത്തിൽ അത് തെറ്റായിപ്പോയി എന്നോ വോട്ടെടുപ്പിൽ പങ്കെടുക്കാത്തത് സംഘടനാ വിരുദ്ധ പ്രവർത്തനമാണ് എന്നോ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടോ? ഇപ്പൊ കേരളത്തിൽ വന്ന് നിരന്തരം പ്രസ്താവന ഇറക്കുന്ന AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കം ഈ വിഷയത്തിൽ ഒരു അക്ഷരം ഉരിയാടിയതായി നമ്മൾ കണ്ടില്ല. അപ്പോൾ ഡീൽ ആരൊക്കെ തമ്മിലാണ്? എങ്ങനെയാണ് BJPക്ക് പല തെരഞ്ഞെടുപ്പുകളും ജയിക്കാൻ കഴിയുന്നത്? ഹരിയാനയിൽ BJP വരെ പറഞ്ഞു ഞങ്ങൾ ജയിക്കില്ല എന്ന് പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ എങ്ങനെയാണ് വീണ്ടും BJP ജയിച്ച സാഹചര്യം ഓരോ സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിച്ചാലും കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. ഞാനിപ്പോൾ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നത് കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ നിന്നാണ്. ഇവിടെ വടവുകോട് പുത്തൻകുരിശ് എന്ന് പറയുന്ന ഒരു പഞ്ചായത്തുണ്ട്. ആ പഞ്ചായത്തിൽ 2 സീറ്റുള്ള NDAയും 7 സീറ്റുള്ള കോൺഗ്രസും UDF-ഉം പരസ്പരം യോജിച്ച് 9 സീറ്റോടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2-3 ദിവസം മുമ്പ് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ വന്ന ബാബു ദിവാകരൻ പറഞ്ഞു, ഞാൻ എന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയ 2020യുടെ മുതലാളി സാബു ജേക്കബിനെ ഒന്ന് കാണാൻ ശ്രമിച്ചിട്ട് ഒന്ന് ഫോൺ വിളിച്ചിട്ട് ഇതുവരെ അദ്ദേഹം ഫോൺ പോലും എടുത്തിട്ടില്ല എന്ന്. അതായത് ഇവിടെ BJPയും അതുപോലെ NDAയും കോൺഗ്രസും UDF-ഉം തമ്മിൽ പരസ്പരം സഖ്യമുണ്ടാക്കി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഭരണം പിടിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിലും തങ്ങളുടെ പിന്തുണ, NDAയുടെ പിന്തുണ കോൺഗ്രസിനാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വർത്തമാനമാണ് NDAയുടെ സ്ഥാനാർത്ഥി തന്നെ പറയുന്നത്. എന്നെ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവന്ന ആള് പോലും ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന്. ഇത് പല മണ്ഡലങ്ങളിലും ദൃശ്യമാണ്. ഇത് പൊതുസമൂഹത്തിലേക്ക് വാർത്തയായിട്ടും വിവരങ്ങളായിട്ടും വരുമ്പോൾ അതിനെ ചെറുക്കാൻ ഒരടി മുന്നിൽ എന്ന രൂപത്തിൽ പരസ്പര വിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഏതെങ്കിലും ഒരു ആരോപണത്തിന്റെ ഒരു തെളിവ് പുറത്തുവിടാൻ
കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനോ കെ.സി. വേണുഗോപാലിനോ കഴിഞ്ഞിട്ടില്ല. ചില മണ്ഡലങ്ങൾ എടുത്തു പറയുന്നുണ്ട് പരസ്പര വിരുദ്ധമായിട്ടുള്ള ചില മണ്ഡലങ്ങൾ എടുത്തു പറയുന്നുണ്ട്. നിയമം ഇപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നിയമത്തിൽ തുടങ്ങാൻ തോന്നുന്നു. നിയമത്തിൽ 2016 ശരിയാണ് BJP അക്കൗണ്ട് തുറന്നു. അത് ഘടകകക്ഷിക്ക് സീറ്റ് കെടുത്തു പോയത് ഒരു പാളിച്ചയായി പോയി എന്ന വിലയിരുത്തൽ കോൺഗ്രസ് നടത്തുന്നുണ്ട്. പിന്നീട് അവിടെ നിന്നിങ്ങോട്ട് മത്സരിച്ചത് കോൺഗ്രസ് ആയിരുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. അറിയാമല്ലോ, ഈ ചാരുപാറ രവി, അതിനുശേഷം സുരേന്ദ്രൻപിള്ള, അതിനുശേഷം കോൺഗ്രസ് ആണ് അവിടെ മത്സരിക്കുന്നത്. അങ്ങീ പറയുന്ന CPM തിരിച്ചു പിടിച്ചു എന്ന് പറയുന്ന 2021 തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരനെയാണ് അവിടെ കോൺഗ്രസ് ഇറക്കുന്നത്. കെ മുരളീധരനെ ഇറക്കുമ്പോൾ കെ മുരളീധരൻ അവിടെ 34,000 വോട്ട് പിടിക്കുന്നുണ്ട്. അങ്ങനെയാണ് വി ശിവൻകുട്ടിക്ക് അവിടെ വിജയം സാധ്യമാകുന്നത് എന്ന മറുവാദം അപ്പുറത്ത് കോൺഗ്രസ് വെക്കുന്നുണ്ട്. നേരത്തെ ഘടകകക്ഷിക്ക് സീറ്റ് നൽകിപ്പോയി എന്നൊരു പാളിച്ച അവിടെ സംഭവിച്ചു എന്ന വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് കോൺഗ്രസിനെ നിർത്തുന്നു എന്നൊരു വാദമാണ് പറയുന്നത്. അതിന് അങ്ങ് മറുപടി നൽകണം. അതോടൊപ്പം തന്നെ അങ്ങീ പറഞ്ഞ പ്രത്യേകിച്ച് തെളിവുകളില്ലാതെ പറയുന്നു എന്ന്. അങ്ങനെയല്ല, പല മണ്ഡലങ്ങളായി എടുത്ത് പറയുന്നുണ്ട്. കാസർഗോഡ് പറയുന്നു, മഞ്ചേശ്വരം പറയുന്നു, പാലക്കാട് അവിടെ ഒരു CPM സ്വതന്ത്രനായി വന്നിരിക്കുന്ന ബിസിനസ്സുകാരൻ അത് അവിടുത്തെ മുസ്ലിം വോട്ട് സ്പ്ലിറ്റ് ചെയ്യിക്കാനാണ് എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട വാദം. കോന്നി പഞ്ചായത്ത് പറയുന്നു, റാന്നി പറയുന്നുണ്ട്, ഏറ്റുമാനൂരിലെ കാര്യം ഇന്ന് രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. അങ്ങനെ മണ്ഡലങ്ങൾ എടുത്തു പറയുന്നുണ്ട്. 10 മണ്ഡലങ്ങൾ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞെങ്കിലും ഇന്നിപ്പോൾ 6-7 എത്തിയിട്ടേ ഉള്ളൂ. ഈ രമേശ് ചെന്നിത്തല പറഞ്ഞ ഏറ്റുമാനൂർ അടക്കം. അപ്പോൾ ഇവിടെയൊക്കെ തന്നെയും BDJS-ഉം 2020-യും ഒക്കെ വരുന്നത് അത്ഭുതകരമാണ് എന്ന ഒരു വാദം അവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ CPM-നെ സഹായിക്കാനാണ് എന്നാണ് പറയുന്നത്. അരുൺകുമാർ, എല്ലാം പറയുന്നത് എന്നതാണ്. അവർക്ക് പറയുക എന്നത് അവരുടെ ഒരു ഡ്യൂട്ടിയാണ്. കാരണം പ്രതിപക്ഷമാണല്ലോ. എല്ലാത്തിനെയും എതിർക്കുന്ന പക്ഷമായിട്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് പ്രതിപക്ഷം മാറി. പക്ഷേ VD സതീശൻ പറയുന്നു എന്നതുകൊണ്ട് തന്നെ അത് പിറ്റേ ദിവസം അദ്ദേഹം മാറ്റി പറയും, അല്ലെങ്കിൽ അദ്ദേഹം നിഷേധിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇപ്പൊ 10 മണ്ഡലം എന്ന് പറയുന്നു, എന്നിട്ട് 7 മണ്ഡലം ഇപ്പോൾ ആയി. ഇവിടെ UDF സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, LDF നിർത്തുന്നു, BJP നിർത്തുന്നു. ഘടകകക്ഷികൾ കൂടുതൽ വരുന്നു, ചിലത് കുറവ് വരുന്നു. ഇപ്പൊ 2020 ഘടകകക്ഷിയായിട്ട് NDAയിൽ വന്നു. എറണാകുളം ജില്ലയിൽ കൂടുതൽ സീറ്റ് അവർക്ക് കൊടുത്തു. ഈ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വസ്തുത വേണ്ടേ? ഏതെങ്കിലും ഒരു തെളിവിന്റെ കണിക വേണ്ടേ? ഏതെങ്കിലും തരത്തിലുള്ള ഇന്ന തെളിവ് ഞങ്ങൾ ഹാജരാക്കുന്നു. കഴിഞ്ഞ 10 കൊല്ലമായി ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുക തൊഴിലാക്കി മാറ്റിയവരല്ലേ പ്രതിപക്ഷ നേതാക്കന്മാർ? ഏതെങ്കിലും ഒരു ആരോപണം പൊതുസമൂഹത്തിലോ കോടതിയിലോ മറ്റ് നിയമപരമായ സംവിധാനത്തിലോ തെളിയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലല്ലോ. അവർ ഉന്നയിച്ച അതേ ഗൗരവത്തോടെ പൊതുസമൂഹവും കോടതിയും നിയമ സംവിധാനവും എല്ലാം അവരുടെ ആരോപണത്തെ വട്ടപൂജ്യം എന്ന് തെളിയിക്കുന്ന തെളിവുകൾ പുറത്തുവിട്ടത് നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഈ തെരഞ്ഞെടുപ്പിന് ഇനി 14 ദിവസം 15 ദിവസമേ പ്രചരണത്തിനുള്ളൂ. ഒരു ദിവസം സൈലന്റ് ഡേ ആണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞ് ഒരു ആരോഗ്യകരമായിട്ടുള്ള സംവാദം ഉയർത്താൻ ഇവർക്ക് താല്പര്യമില്ല. കാരണം ഇവർക്ക് മനസ്സുമില്ല, ഇവർക്ക് അതിന് കഴിയുകയില്ല. മറിച്ചോ LDF-നെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന, CPM-നെ ആക്രമിച്ചുകൊണ്ടിരിക്കുക, അത് ആക്രമണമായിക്കോട്ടെ. പക്ഷെ ഏതെങ്കിലും ഒരു വസ്തുതാപരമായിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഇവർക്ക് ആക്രമിക്കാൻ പറ്റുന്നുണ്ടോ? പിൻവലിച്ച കാര്യം ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ 2 പഞ്ചായത്തിലെ കാര്യം പറയാം. ഇപ്പോൾ കോന്നി പഞ്ചായത്ത് കണക്കിൽ 800-ൽ താഴെ മാത്രമാണ് UDF-ന്റെ ലീഡ്. അത്രയും ലീഡുള്ളൂ UDF-ന്. അവിടെ LDF ആണ് അവിടെ ഭരിക്കുന്നത്. കോന്നി MLA LDF ആണല്ലോ. 38,000 വോട്ട് BJP-ക്കുണ്ട്. പക്ഷേ ആ സീറ്റ് കൊടുത്തിരിക്കുന്നത് BDJS-നാണ്. അപ്പോൾ അത് ആർക്കാണ് ഗുണം ചെയ്യുക? അത് LDF-ന് ഗുണം ചെയ്യും എന്നുള്ളതാണ് ഒരു ആരോപണം. രണ്ടാമത്തെ നോക്കൂ, റാന്നി എന്ന് പറയുമ്പോൾ അവിടെ ശബരിമല ഉൾപ്പെടുന്ന പ്രദേശമാണ്. അവിടെ LDF-ന്റെ MLA ആണ് ഉള്ളത്. പഞ്ചായത്ത് UDF-നാണ്. അവിടെ BJP-ക്ക് 26,000-ൽ പരം വോട്ടുണ്ട്. അവിടെ 4,000-ൽ താഴെ ഭൂരിപക്ഷമേ UDF-ന് കിട്ടിയിട്ടുള്ളൂ. തദ്ദേശത്തിലെ ലീഡാണ് ഞാൻ പറയുന്നത്. അവിടെ 2020-ക്ക് കൊടുത്തിരിക്കുന്നു. 2020-യുടെ സ്ഥാനാർത്ഥിയാരാണ്? തോമസ് K. സാമുവൽ എന്നൊരാളാണ്. അദ്ദേഹം പറയുകയാണ് അവിടെ ശബരിമല വിഷയം, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയമൊന്നും ഉന്നയിക്കുകയില്ല. 2020-യുടെ സ്ഥാനാർത്ഥി പറയുകയാണ് അതൊന്നും ഉന്നയിക്കേണ്ട കാര്യമില്ല, വികസനം മാത്രമേ പറയുകയുള്ളൂ. ആ പറച്ചിൽ ആരെ സഹായിക്കാനാണ് എന്ന് സ്വാഭാവികമായിട്ട് ചോദ്യം വരില്ലേ? പിന്നീട് കുമ്മനം ഇടപെട്ട് അത് പിന്നീട് തിരുത്തിക്കുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ ഈ 2020 അവിടെ എന്തിനു നിൽക്കുന്നു? അതൊരു ചോദ്യമല്ലേ? BJP-ക്ക് നല്ല സാധ്യതയുള്ളിടത്ത് എന്തിനാണ് 2020 നിർത്തുന്നത്? അത് ആരെ സഹായിക്കാനാണെന്നുള്ള സ്വാഭാവികമായ സംശയമല്ലേ അരുൺകുമാർ? അല്ല, 26,000 വോട്ടുള്ള ഒരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഒരു മുന്നണി, അവർക്ക് വിജയ സാധ്യത എന്ന് താങ്കൾ ഇവിടെ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. താങ്കൾക്കറിയോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇടതുപക്ഷത്തോട് യോജിക്കാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ ഘടകകക്ഷിയായിട്ട് മാറി. എറണാകുളം ജില്ലയിൽ തുടർച്ചയായി CPM മാത്രം ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണല്ലോ പെരുമ്പാവൂര്.
3 തവണ ശ്രീ സാജു പോൾ തുടർച്ചയായിട്ട് MLA ആയതാണ്. ആ മണ്ഡലം ഒരു പുതിയ ഘടകകക്ഷി മുന്നണിയിലേക്ക് വന്നപ്പോൾ വിട്ടുകൊടുത്തു. പിറവം മണ്ഡലം പലതവണ ഞങ്ങൾ ജയിച്ചു, അതുപോലെ TM ജേക്കബ് ജയിച്ചു. നമുക്ക് വളരെ അടിസ്ഥാനമായിട്ട് ഇടതുപക്ഷത്തിന് വോട്ടുള്ള മണ്ഡലമാണ്. ആ മണ്ഡലം വിട്ടുകൊടുക്കാൻ തയ്യാറായി. ചാലക്കുടി BD ദേവസ്യ തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ടിരുന്ന LDF ജയിച്ച മണ്ഡലം വിട്ടുകൊടുത്തു. കാരണം ഒരു മുന്നണിയിലേക്ക് ഒരു പുതിയ പാർട്ടി വന്നപ്പോൾ 12 സീറ്റാണ് അന്ന് കൊടുത്തത്. അത്തരത്തിൽ ഏറ്റവും ഉറപ്പുള്ള സീറ്റുകൾ വരെ വിട്ടുകൊടുക്കാൻ തയ്യാറായി. അപ്പോൾ LDF അത്തരത്തിലൊരു വിശാലമായിട്ടുള്ള മനസ്സ് കാണിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. മുന്നണിയുടെ കെട്ടുറപ്പിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ NDA ഞാൻ അവർക്ക് വേണ്ടി വാദം പറയുകയല്ല, മറിച്ച് ഒരു ഘടകകക്ഷികൾ കൂടുതൽ വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ സീറ്റ് ഡിവൈഡ് ചെയ്തതാകാം, അത് പറയേണ്ടത് അവരാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഒരു മുന്നണി വന്നു, സ്ഥാനാർത്ഥി വന്നു, അത് ഡീൽ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും വസ്തുതാപരമായ ഒരു കാര്യം പുറത്തുവിട്. ചർച്ചയുടെ ഇപ്പോഴത്തെ ഡീൽ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും 2000-3000 വോട്ടുകൾ മറിക്കുക എന്നതല്ല ഡീല്. ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ BJPക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ 2020 നിർത്തുക, അല്ലെങ്കിൽ BDJSന് നിർത്തുക. അപ്പോൾ ആ BJP വോട്ട് BDJSന് പോകില്ല, 2020ക്ക് പോകില്ല. പകരം അത് LDFിലേക്ക് വന്ന് വീഴുന്ന രൂപത്തിൽ ആണ് ആ സ്ഥാനാർത്ഥി നിർണയം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. ശരി, ഞാൻ കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് പോകുന്നു. അദ്ദേഹം അതിൽ കൂടുതൽ കാര്യങ്ങൾ പറയട്ടെ. ഡോക്ടർ ജിൻഡോ ജോൺ, ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് 7 ഇടത്തെ കാര്യങ്ങൾ പറയുന്നു, ഇനിയുമുണ്ട്, അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് പറയുന്നു. അപ്പോൾ ഈ ഡീലിനൊക്കെ എന്താണ് തെളിവ് എന്നുള്ള മറു ചോദ്യം അപ്പുറത്തുനിന്ന് വരുന്നുണ്ടല്ലോ. ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പോലിബി സഖ്യം എന്നുള്ള കാര്യം ആവർത്തിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ നിയമം എന്നുള്ള കാര്യം ആവർത്തിക്കുന്നുണ്ട്. എന്താണ് മറുപടി? സ്മൃതി, ഇതിലിപ്പോൾ അരുൺകുമാർ അവസാനം പറഞ്ഞു നിർത്തിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം NDAയുടെ സീറ്റ് വിഭജനത്തെ വരെ അദ്ദേഹം ന്യായീകരിച്ചു കഴിഞ്ഞു. അദ്ദേഹം CPMന്റെ പ്രതിനിധിയാണ്, പക്ഷേ NDAയുടെ സീറ്റ് വിഭജനത്തെ വരെ ന്യായീകരിക്കുന്നതിൽ നമുക്ക് കാര്യങ്ങൾ ഏകദേശം വ്യക്തമാണ്. ഇനി താങ്കൾ ചോദിച്ചതുപോലെ എന്താണ് തെളിവെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ NDAയും BJP നേതൃത്വം കൊടുക്കുന്ന NDAയും CPM നേതൃത്വം കൊടുക്കുന്ന LDFും ഒരേപോലെ ആക്രമിക്കുന്നത് അധികാരത്തിലേക്ക് വരാനിരിക്കുന്ന, ജനപക്ഷത്തു നിന്ന് സമരം ചെയ്യുന്ന കേരളത്തിലെ പ്രതിപക്ഷമായിട്ടുള്ള UDFിനെയാണ്. 2 കൂട്ടരുടെ മുഖ്യ ശത്രു ഞങ്ങളാണ്. അപ്പോൾ കുറേ പേര് പറയുന്നു ഞങ്ങൾ ശിഖണ്ഡിയെ മുൻനിർത്തി മത്സരിക്കുന്നു, ചട്ടത്തരം കാണിക്കുന്നു, കോമാളിയാണെന്ന് പറയുന്നു. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പോലും വ്യക്തി അധിക്ഷേപവും അതുപോലെ ബോഡി ഷേമിംഗ് ഒക്കെ നടത്തുന്ന രീതിയിലേക്ക് വളരെ മോശമായിട്ടുള്ള പ്രചരണമായിട്ട് പോകുന്നു. അവിടെയാണ് അരുൺകുമാർ പറയുന്ന രസകരമായ രണ്ടാമത്തെ ആർഗ്യുമെന്റ്, ആരോഗ്യകരമായിട്ടുള്ള സംവാദത്തിലേക്ക് നമുക്ക് പോകണ്ടേ എന്ന്. ഈ ആരോഗ്യകരമായ സംവാദത്തിന്റെ ബാലപാഠങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അതുപോലെ തോമസ് ഐസക് എന്ന് പറഞ്ഞ മുൻ ധനകാര്യമന്ത്രിക്ക് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ ആരോഗ്യകരമായിട്ടുള്ള സംവാദത്തിന് ഉപയോഗിക്കേണ്ട പദപ്രയോഗങ്ങൾ എന്താണെന്ന്. എന്നിട്ട് വേണം പൊതുസമൂഹത്തിന് ഈ ക്ലാസ് എടുക്കാൻ. ഇവിടെ എന്താണ്, വർക്കലയിലെ NDAയുടെ സ്ഥാനാർത്ഥി ആരാണ്? BJPയുടെ സ്ഥാനാർത്ഥി CPMന്റെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്, ഏരിയ കമ്മിറ്റി മെമ്പറാണ്, ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടുള്ള CPM ജില്ലാ കമ്മിറ്റി മെമ്പറായ സുന്ദരേശന്റെ മകളാണ്. CPMകാർക്ക് യാതൊരു വിഷമവും സങ്കടവും ഇല്ല അക്കാര്യത്തിൽ. കേരളത്തിൽ ഇപ്പോൾ നമ്മൾ പരിശോധിച്ചാൽ CPIയുടെ MLA ആയിരുന്ന അജിത്ത് NDA സ്ഥാനാർത്ഥിയാണ്, BJP സ്ഥാനാർത്ഥിയാണ്. CPIയുടെ നിലവിലെ MLA ആയിട്ടുള്ള CC മുകുന്ദൻ നാട്ടികയിൽ BJPയുടെ സ്ഥാനാർത്ഥിയാണ്. CPMന്റെ മുൻ MLA S രാജേന്ദ്രൻ ഇപ്പോൾ ഇടുക്കിയിലെ സ്ഥാനാർത്ഥിയാണ്. ഇതിലൊന്നും ഇവർക്ക് പ്രശ്നമില്ല. പക്ഷേ പാലക്കാട് രമേശ് പിഷാരടിയെ നിർത്തിയപ്പോൾ ഇവർ കോമാളി എന്ന് വിളിക്കുന്നു, അതുപോലെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഒരേ സമയം BJPയും ഒരേ CPMും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അരസംഖ്യയാണെന്ന് പറഞ്ഞു. അത് ഈ മുഴുസംഖ്യകൾക്കാണല്ലോ സംഖ്യയുടെയൊക്കെ വിലയിടാൻ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അവർക്കറിയാം ആരാണ് അരസംഖ്യ, ആരാണ് മുഴുസംഖ്യ എന്നൊക്കെ തീരുമാനിക്കുന്ന അവരാണ്. അപ്പോ ഇത്തരത്തിൽ സ്വന്തം പാളയത്തിൽ നിൽക്കുന്ന സിറ്റിംഗ് MLA ആയിട്ടുള്ള CC മുകുന്ദൻ NDAയുടെ BJPയുടെ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നത് ഇവരെ കാണുന്നില്ല, ഇവർക്ക് ഒരു ആക്ഷേപമില്ല. രമേശ് പിഷാരടിയെ ഞങ്ങൾ കൈപ്പത്തി ചിഹ്നത്തിൽ നിർത്തുമ്പോൾ അദ്ദേഹത്തെ വ്യക്തി അധിക്ഷേപം നടത്തുന്നു, അദ്ദേഹത്തെ മറ്റെല്ലാ രീതിയിലും അദ്ദേഹത്തിന്റെ തൊഴിലിനെ വരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഇവർ കിടക്കുന്നു. അവിടെ ഞങ്ങളുടെ ചോദ്യം, പാലക്കാട് മണ്ഡലത്തിൽ CPMന്റെ സ്ഥാനാർത്ഥി എന്തുകൊണ്ടാണ് ചിഹ്നത്തിൽ മത്സരിക്കാത്തത്? കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പിലും CPM തോൽക്കുമ്പോഴും 3ാം സ്ഥാനത്തായിരിക്കുമ്പോഴും ഒക്കെ കേരളത്തിൽ കോൺഗ്രസിൽ നിന്ന് പോയി BJP ഇടം കിട്ടാതെ CPMൽ അഭയം പ്രാപിച്ച സ്ഥാനാർത്ഥിക്ക് പോലും ചിഹ്നം കൊടുത്ത് പോരാട്ടം നടത്തിയ ആളുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ചിഹ്നത്തിൽ മത്സരിച്ചില്ലെങ്കിൽ നമുക്ക് പിന്നീട് മരപ്പട്ടി മീനാമിറ്റി ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരുമെന്ന് കരഞ്ഞ AK ബാലൻ അടക്കമുള്ള ആളുകൾ ഇന്ന് ന്യായീകരിക്കുകയാണ് പാലക്കാട് സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ചിട്ട്. എന്തുകൊണ്ടാണ് 10 വർഷം ഭരിച്ച പാർട്ടിക്ക് സ്വന്തം ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ പാലക്കാട് മത്സരിപ്പിക്കാൻ ധൈര്യമില്ലാതെ പോകുന്നത്? അത് BJPയെ ജയിപ്പിക്കാൻ
വേണ്ടിയിട്ടുള്ള ഡീലിന്റെ ഭാഗമാണെന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം അർത്ഥശങ്കക്കിടയില്ലാതെ പറയാം, നേമത്ത് BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചത് CPM-കാരാണെന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട. അവിടെ ഈ നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ മുന്നണി മര്യാദയുടെ ഭാഗമായിട്ട് ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധമാണ്. സുരേന്ദ്രൻപിള്ളയ്ക്ക് സീറ്റ് കൊടുത്തപ്പോൾ BJP അവിടെ ജയിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. തെറ്റ് ഞങ്ങളുടെ ഭാഗത്തും ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ അത് തിരുത്തി കെ മുരളീധരൻ നിർത്തി 23,000 വോട്ടുകൾ അധികം പിടിച്ച് ഞങ്ങളുടെ വോട്ടുകൾ വർദ്ധിപ്പിച്ചപ്പോഴാണ് ശിവൻകുട്ടി കേരളത്തിന്റെ നിയമസഭ കണ്ടത്. അല്ലാതെ നിങ്ങൾ നടത്തിയ പോരാട്ടമാണെന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ ഉറച്ചു പറയുന്നു, കേരളത്തിൽ ഇപ്രാവശ്യം സംഘപരിവാറിന്റെ BJPയുടെ ഒറ്റ MLA കേരള നിയമസഭയിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സകല പണിയും ജോലിയും ഞങ്ങൾ എടുത്തിരിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UDF അക്കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമാണ്. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിക്കുമ്പോൾ ഞങ്ങളെ ആക്രമിക്കാൻ BJPയുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നടത്തുന്ന ഇരട്ടത്താപ്പാണ് നടക്കുന്നത്. ഏതൊക്കെ മണ്ഡലത്തിലാ? പാലക്കാട്, തൃപ്പൂണിത്തറ BJPക്ക് മുനിസിപ്പൽ ഭരണമുള്ള സ്ഥലമാണ്. അവിടെ 2020 മത്സരിക്കുന്നു. ഏതാണ് സ്ഥാനാർത്ഥി? പരിചയപ്പെടുത്തി കൊടുക്കണം. ആരാണെന്ന് പോലും 2020-കാർക്ക് അറിയില്ല. ഇനി കൊടുങ്ങല്ലൂര് BJPയുടെ A ക്ലാസ് മണ്ഡലമാണ്. അവിടെ 2020 മത്സരിക്കുന്നു. കാസർഗോഡും കോന്നിയിലും റാന്നിയിലും ഏറ്റുമാനൂരും മഞ്ചേശ്വരത്തും ഒക്കെ ഈ ഡീലിന്റെ ഭാഗമായിട്ട് പരസ്പരം ഇവർ വോട്ട് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഓർഗനൈസറിന്റെ എഡിറ്റർ ആയിട്ടുള്ള ബാലശങ്കറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. 50-ലധികം സീറ്റിൽ RSSന്റെ പിന്തുണ CPM-നായിരുന്നു. കോൺഗ്രസ് വിമുക്ത ഭാരതത്തോടൊപ്പം കോൺഗ്രസ് വിമുക്ത കേരളത്തിന് വേണ്ടിയിട്ട് RSSന്റെ 50-ലധികം സീറ്റിലുള്ള പിന്തുണ പിണറായി വിജയന്റെ പാർട്ടിക്ക് കൊടുത്തു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഇതുവരെ RSSോ CPM-ഓ ഡിസോൺ ചെയ്തിട്ടില്ല. കാരണം ഡിസോൺ ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന്റെ നയപരിപാടികൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും സംഘപരിവാർ വൽക്കരിക്കപ്പെട്ട ഒരു സർക്കാരാണിത്. അതുകൊണ്ടാണ് തൃശൂർ പൂരം കലക്കിക്കൊണ്ട് സുരേഷ് ഗോപിയെ ജയിക്കാൻ വേണ്ടിയിട്ട് ഇവർ വിട്ടുകൊടുത്തത്. SIR-ുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നപ്പോൾ, വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നപ്പോൾ, സുരേഷ് ഗോപിയുടെ വീട്ടുകാരുടെയും ഡ്രൈവറുടെയും കള്ളവോട്ടിന്റെ വിഷയങ്ങൾ വന്നപ്പോഴും ഒരു സമരം ചെയ്യാനോ അതിനൊന്ന് എതിർക്കാനോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നാവ് ഉയരാതിരുന്നത്. CPI-യുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുനിൽ കുമാറിന്റെ പരാതി പോലും കേൾക്കുകയോ അതിനൊരു പരിഹാരം കണ്ടെത്താനോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അടക്കം സാധിക്കാതെ തോന്നുന്നത്. RSSന്റെ 2 നേതാക്കന്മാരെ 10 ദിവസത്തെ ഇടവേളയിൽ കണ്ട ADGP MR അജിത്കുമാറിനെ സംരക്ഷിച്ച് കൂട്ടിപ്പിടിച്ച് എല്ലാവിധ പിന്തുണയും കൊടുത്തത് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയനാണ്. ഇനി അതും കഴിഞ്ഞിട്ട് പൂരം കലക്കിയത് പോരാഞ്ഞിട്ട് RSSകാരെ പിന്തുണച്ചത് പോരാഞ്ഞിട്ട് എല്ലാ തരത്തിലും സൗകര്യപ്രദമായിട്ടുള്ള സാഹചര്യങ്ങളാണ് കേരളത്തിൽ പിണറായി വിജയന്റെ സർക്കാരിന്റെ കാലത്ത് സംഘപരിവാറിനും BJPക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നമ്മൾ പറയുന്ന ആരോപണത്തിൽ കഴമ്പുണ്ട്. കാരണം കൊടകര കുഴൽപ്പണ കേസിൽ ഇവർ നിരന്തരം കെ സുരേന്ദ്രൻ കുറ്റക്കാരാണെന്ന് പറയുമ്പോൾ, പക്ഷെ കേരള പോലീസിന്റെ കേസിനകത്ത് കെ സുരേന്ദ്രൻ സാക്ഷി മാത്രമാണ്. ഇലക്ഷൻ അട്ടിമറിക്കാൻ കോടിക്കണക്കിന് രൂപ കൊണ്ടുവന്നു എന്ന് കേരള പോലീസിന്റെ കണ്ടെത്തലുണ്ടായിട്ടും അതുമായി ബന്ധപ്പെട്ട ഒരു കേസ് എടുക്കാനോ അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാനോ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന് സാധിച്ചില്ല. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള റവന്യൂ മന്ത്രി ചന്ദ്രശേഖരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച BJPക്കാർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മൊഴിമാറ്റിയത് കോടതിയിൽ മൊഴിമാറ്റി പറഞ്ഞത് CPM-ന്റെ പ്രാദേശിക നേതാക്കന്മാരടക്കമുള്ള ആളുകളാണ്. മഞ്ചേശ്വരം കോഴക്കേസിൽ സുരേന്ദ്രന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് പിണറായി വിജയന്റെ പ്രോസിക്യൂഷനാണ്. അപ്പൊ കേരളത്തിലെമ്പാടും നമ്മൾ പരിശോധിച്ചാൽ കഴിഞ്ഞ 10 വർഷക്കാലം സംഘപരിവാറിന് അനുകൂലമായിട്ടുള്ള ഭരണമാണ് പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത്. അതിന് പകരമായിട്ട് മകളുടെ മാസപ്പടി, അച്ഛന്റെ ലാവ്ലിൻ കേസ്, സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ അടക്കമുള്ള മുഴുവൻ കേസിലും എല്ലാവിധ പിന്തുണയും കിട്ടി. കരുവന്നൂരിലെ കള്ളസഖാക്കന്മാരെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് പദയാത്ര നടത്തി സുരേഷ് ഗോപി പദം വന്നതല്ലാതെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. നമുക്കറിയാമല്ലോ. അങ്ങനെ ഓരോന്നായിട്ട് പരിശോധിക്കുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കുടുംബത്തെ കൊണ്ട് വിദേശത്ത് വിനോദയാത്രയ്ക്ക് പോയ പിണറായി വിജയന്റെ മനോഗതി എന്ന് പറഞ്ഞാൽ അത് സംഘപരിവാറിന്റെ മനോഗതിയാണ്. ശരി, ശ്രീ അനുരാജ്, അങ്ങ് BJP അനുഭാവി എന്ന നിലയ്ക്ക് BJPക്ക് ജയിക്കാവുന്ന അല്ലെങ്കിൽ BJPക്ക് കൂടുതൽ വോട്ട് കിട്ടും എന്ന് BJP എല്ലാ തവണയും ആവർത്തിക്കാറില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ അങ്ങനെ തെളിയിച്ച ഇടങ്ങൾ 2020-ക്കും BDJS-നും കൊടുക്കുന്നതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണ്? അല്ല, അതിപ്പോൾ ഇവിടെ ഇവർ രണ്ടുപേരും പറഞ്ഞു. അതായത് ഒരു മുന്നണി രൂപീകരിക്കുമ്പോൾ പ്രത്യേകിച്ച് NDA സംബന്ധിച്ചിടത്തോളം ഇത്തവണയാണ് ഇപ്പോൾ 2020 എന്ന് പറയുന്ന ഒരു പാർട്ടി അവർ NDAയുടെ ഭാഗമാകുന്നു എന്നുള്ളതല്ല, ആക്റ്റീവായിട്ട് കേരള പൊളിറ്റിക്സിലേക്കും അവർ വരുന്നത്. അവരുടെ ഇപ്പോൾ എറണാകുളത്തെ ആ ഒരു മേഖല കിഴക്കമ്പലമൊക്കെ കഴിഞ്ഞാൽ അതിന് പുറത്തേക്ക് കടക്കുന്നത് തന്നെ ഈ തെരഞ്ഞെടുപ്പിലാണ് ഇത്രത്തോളം വ്യാപകമായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു പാർട്ടി വരുമ്പോൾ ആ പാർട്ടിയും ചില വ്യവസ്ഥകൾ വയ്ക്കുമല്ലോ. അപ്പോൾ അത് മാത്രം 2020 ശക്തമാണോ ശ്രീ അനുരാജ്? അതൊരു സംശയകരമായ സാഹചര്യമല്ലേ? കാരണം BJP സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളാകുമെന്ന് കരുതിയവർ അവിടെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞ ശേഷമാണ് അവിടെ ഇല്ല എന്നറിയുന്നത്. കൊടുങ്ങല്ലൂരിൽ നിന്ന് ഗോപാലകൃഷ്ണൻ ഇപ്പോൾ ഗുരുവായൂരിലേക്ക് പോയത് എങ്ങനെയാണ്? ഈ റാന്നിയും കോന്നിയും ഒക്കെ എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്?
ഈ അല്ല, ഞാൻ 2020 ചോദിക്കട്ടെ ഇപ്പം- എറണാകുളത്തെ കിഴക്കൻ പ്രദേശങ്ങളിൽ, കിഴക്കമ്പലമടക്കം കിഴക്കുള്ള ചില പ്രദേശങ്ങളിൽ മാത്രം നിൽക്കുന്ന ഒരു സംവിധാനമല്ലേ? അത് പുറത്തേക്ക് വളർന്നതിൽ തെറ്റുന്നില്ല. അങ്ങ് പറയുന്ന പോലെ വളരാൻ അവരെ അനുവദിക്കുകയൊക്കെ ചെയ്യണം ഒരു മുന്നണിയിലേക്ക് കൊണ്ടുവരുമ്പോൾ. പക്ഷേ ബി.ജെ.പിക്ക് നല്ല സാധ്യതയുള്ള ഇടത്ത് അവരെ കൊണ്ടുവരുന്നതിന് പിന്നിലെ രാഷ്ട്രീയം എന്നതാണ് ചോദ്യം. അതാരെങ്കിലും സഹായിക്കാനാണോ എന്ന് സംശയിച്ചാൽ അതിന് കുറ്റം പറയാൻ പറ്റുമോ? പറ്റും. കാരണം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചില മണ്ഡലങ്ങളൊക്കെ പറഞ്ഞു, ഇപ്പോൾ നേമം കൊടുത്തോ, കാട്ടാക്കട കൊടുത്തോ, മഞ്ചേശ്വരം കൊടുത്തോ, പാലക്കാട് കൊടുത്തോ? മണ്ഡലങ്ങൾ എത്രയുണ്ട്? കോഴിക്കോട് ജില്ലയിൽ പല മണ്ഡലങ്ങളുണ്ട്. ഇല്ലല്ലേ, എ ക്ലാസ് മണ്ഡലങ്ങൾ മാത്രം കേന്ദ്രീകരിക്കുകയും ബാക്കിയുള്ളത് കച്ചവടമാക്കിയോ എന്നാണ് അല്ല, എ ചോദ്യം. ക്ലാസും കൊടുത്തിട്ടുണ്ടാവും. ഞാൻ എ ക്ലാസ് കൊടുത്തിട്ടില്ല. എ ക്ലാസ് എന്ന് പറയുന്ന സ്ഥലങ്ങൾ കൊടുത്തിട്ടില്ല എന്നല്ല സ്മൃതി പറഞ്ഞത്. അല്ല, ഞാനതാണ് പറയുന്നത്, കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അല്ല, ചിലപ്പോൾ ഞാൻ പറഞ്ഞത് അതൊക്കെ കൊടുക്കേണ്ടി, മനസ്സിലായി, അതൊക്കെ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു മുന്നണി രൂപീകരിക്കുമ്പം അതിനകത്തുണ്ടാകുന്ന ഒരു സംവിധാനമുണ്ട്. ഒരു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇപ്പം ഇവിടെ LDFന്റെ കാര്യം പറഞ്ഞില്ലേ, കെ മാണിയുടെ പാർട്ടി വന്നപ്പോൾ കൊടുത്തു എന്ന് പറഞ്ഞു. എന്താണ് ഒരു മുന്നണി രൂപീകരിക്കുമ്പോൾ ഏറ്റവും വേണ്ടത് ആ മുന്നണിക്കകത്തൊരു ടീം ഉണ്ടാവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് പരാജയപ്പെട്ടു. ഏറ്റവും വലിയ ഉദാഹരണം ദേശീയ തലത്തിൽ കേരള രാഷ്ട്രീയത്തെ ഇങ്ങനെ പരിഹസിക്കാൻ പറ്റുമോ? എങ്ങനെയുള്ളവരെയാണ് നിർത്തുന്നത്? രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധമില്ലാത്ത കുറച്ച് ആളുകളെ കണ്ടെത്തി അവരെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശരി, 2020 അങ്ങനെ ഒരു ശൈലിയാണെന്ന് പറയാം. പക്ഷെ അതൊരു ചെറിയൊരു മേഖലയിലാണെങ്കിൽ കുഴപ്പമില്ല. പ്രധാനപ്പെട്ട BJP ജയിക്കുന്ന അല്ലെങ്കിൽ BJP രാഷ്ട്രീയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ്, ശബരിമലയുമായി ബന്ധപ്പെട്ട് എത്ര കാലമായ ഒരു പ്രക്ഷോഭം എന്ന രൂപത്തിൽ BJP ആ വിഷയം ഏറ്റെടുക്കുന്നു. ആ മേഖല ഉൾപ്പെടുന്ന റാന്നിയിൽ 2020ക്കാണ് കൊടുത്തിരിക്കുന്നത്. ആ റാന്നിയിലെ 2020 സ്ഥാനാർത്ഥി പറയുകയാണ് ഞങ്ങൾ ശബരിമല വിഷയം ഉന്നയിക്കുന്നില്ല എന്ന്. അപ്പോൾ അത് ആരെ സഹായിക്കാനായിരിക്കും? അതൊക്കെ ഒരു നാക്ക് പിഴയല്ലേ? അതൊക്കെ തിരുത്തിയില്ല ഉടനെ. നമ്മളിപ്പോൾ അങ്ങനെ എന്തെല്ലാം സംഭവിക്കുന്നു, കേരള രാഷ്ട്രീയത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു, ദേശീയ രാഷ്ട്രീയത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു, അന്തർദേശീയ രാഷ്ട്രീയത്തിൽ എന്തെല്ലാം രാഷ്ട്ര നേതാക്കന്മാർക്ക് സംഭവിക്കുന്നു. അതൊക്കെ ഒരു നാക്ക് പിഴ അല്ലെങ്കിൽ ഒരു സമയത്ത് ഉണ്ടാകുന്നില്ല. അത് നയമല്ല എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാരെ വളർത്തിക്കൊണ്ടുവരാൻ ഇങ്ങനെ സാധിക്കുള്ളൂ. ഇന്നിപ്പോൾ എല്ലാ നേതാക്കന്മാരും തുടക്കം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അവർ ചെറിയ പ്രായത്തിൽ മത്സരിച്ച് MLA ആയി, അല്ലെങ്കിൽ പ്രാദേശിക തലത്തിൽ ചിലപ്പോൾ പഞ്ചായത്ത് മെമ്പർമാരെ, അങ്ങനെ തന്നെ സാധിക്കുള്ളൂ. ആ രീതിയിൽ യുവാക്കളെ കൊണ്ടുവരുമ്പോൾ ചിലർ കൊണ്ടുവരുമ്പോൾ യുവാക്കൾക്ക് അവസരം കൊടുക്കുന്നു, ചിലർ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയാണോ കൊണ്ടുവരുന്നത് അർത്ഥമുള്ളത് BJP ഉണ്ട് എന്നുള്ളത് സംശയിക്കുന്ന രൂപത്തിലാണ് അങ്ങയുടെ പ്രതികരണം. BJP-യിൽ നിന്ന് വരുന്ന പ്രതികരണം എന്നാണ് മനസ്സിലാക്കുക. കാരണം ഈ എ ക്ലാസ് മണ്ഡലം ഒഴിച്ച് ബാക്കി എവിടേക്കും ശ്രദ്ധിക്കേണ്ടതില്ല എന്ന രൂപത്തിൽ പ്രതികരണങ്ങൾ ചോദിച്ചത്. അല്ലല്ല, അങ്ങനെയൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇല്ല, അതിലൊന്നും അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാം. എൻ്റെ പോയിന്റ് BJP-യെ സംബന്ധിച്ചിടത്തോളം ആവുന്നല്ല. BJP-യെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ NDA എന്നുള്ളൊരു മുന്നണി ഉണ്ടാക്കി, ശക്തമായിട്ടുള്ളൊരു മുന്നണി ഉണ്ടാക്കിയിട്ട് ത്രികോണ മത്സരം കേരളത്തിൽ സംഭവിക്കുകയാണ്. ആ ത്രികോണ മത്സരം ശക്തമായ സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ഈ ചർച്ച ചെയ്യുന്ന ഈ ഡീലൊക്കെ ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താ ഒരു ഡീലുള്ള ചർച്ചയ്ക്ക് തന്നെ ഇവിടെ വരില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ BJP ഒക്കെ ശക്തമാകുന്നതിന് മുമ്പ് ഇവിടെ ഇലക്ഷൻ ഉണ്ടായിട്ടില്ലേ? ത്രികോണ മത്സരം വേണ്ടെന്ന് വെച്ച ഇടങ്ങളെ കുറിച്ചാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. ഇല്ല, ത്രികോണ മത്സരം വേണ്ടെന്ന് വെച്ചിട്ടില്ല. സ്മൃതിയുടെ തിരിച്ചറിവ് തെറ്റാണ്. വെച്ചിട്ടാണോ ഈ പറയുന്ന ത്രികോണ മത്സരം? തീർച്ചയായിട്ടും അങ്ങനെ അല്ല, അതല്ലെങ്കിൽ സ്മൃതി ഒരു വഴി നിർദ്ദേശിക്കൂ. ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ സാഹചര്യത്തിൽ രണ്ട് മുന്നണികൾ പ്രബലമായിട്ട് നിൽക്കുന്ന CPM-ഉം കോൺഗ്രസും നയിക്കുന്ന അല്ല, സ്മൃതിക്കാണ് സംശയം. സ്മൃതിക്കേ സംശയമുള്ളൂ. എനിക്കിതിൽ ക്ലാരിറ്റി കുറവില്ല. NDA ചെയ്യുന്നത് ഈ രീതിയിൽ തന്നെയാണ് കേരളത്തിൽ ചെയ്യാൻ സാധിക്കുക. വളരെ രസകരമായ വേറൊരു സാഹചര്യം ശ്രദ്ധിക്കൂ. ഇപ്പൊ ഈ ഡീലിനൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു ഗുണം എന്താണ്? BJP-ക്കുള്ള അസ്പൃശ്യത എന്ന് പറഞ്ഞവരെല്ലാം മാറ്റിവെച്ചില്ലേ? കാരണം LDF പറയുന്നത് എന്താണ്? UDF-ഉം BJP-യും ചേരുമെന്നാണ്. UDF പറയുന്നതാണ് BJP LDF-ഉം ചേരുമെന്ന് പറയുന്നതാണ്. ഇതൊക്കെ പറയുന്നത് ആരാണ്? ഈ കേരളത്തിന്റെ ഈ പശ്ചിമഘട്ടം കഴിഞ്ഞാൽ അപ്പുറത്ത് ഇന്ത്യ അലയൻസ് എന്ന് പറഞ്ഞ് ഒരുമിച്ച് നിൽക്കുന്ന പാർട്ടികളാണ് ഇത് പറയുന്നത് ഓർക്കണം നമ്മള്. അപ്പൊ ഈ പറയുന്നതിന് എന്താണ് അർത്ഥമുള്ളത്? അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ചർച്ച ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് BJP-യുടെ പ്രാധാന്യം കൂടുതലാണ് എന്ന് സമ്മതിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലെ രണ്ട് മുന്നണികളും നടത്തുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് NDA ശരിയായ രീതിയിൽ തന്നെയാണ് പോകുന്നത്. യാതൊരു കോൺഫിഡൻസിന്റെ കുറവൊന്നും NDAക്ക് ഇല്ല. പ്രാധാന്യമില്ല എന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നതാണ് ഞാൻ അങ്ങയോട് ചോദിച്ചത്. ഞാൻ തിരിച്ചെത്താം ശ്രീ ജോർജ് പൊടിപാറയിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ജോർജ് പൊടിപാറ, ഇപ്പോൾ 100-ലധികം സീറ്റുകൾ നേടി ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നാണല്ലോ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ കുറച്ചു ദിവസമായി ഡീൽ ആരോപണമാണ് ഉയർത്തുന്നത്. ആ ആരോപണം 100 എന്നതിന്റെ ആത്മവിശ്വാസക്കുറവ്, 100ലേക്കൊന്നും എത്തില്ല, പരാജയഭീതി കൊണ്ടുള്ള ആരോപണം എന്ന രൂപത്തിലാണ് ഇതിനെ ഭരണപക്ഷം ഉന്നയിക്കുന്നത്. എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട മണ്ഡലങ്ങൾ അങ്ങേക്ക് സംശയമുള്ളതാണ്? നൂറിലേക്ക് എത്തുമോ ഇല്ല എന്നുള്ളതല്ല.
അതിന് അങ്ങനെ ഒരു വലിയ മാറ്റത്തിലേക്കൊന്നും കാര്യങ്ങൾ മാറിയിട്ടില്ലല്ലോ. രാഷ്ട്രീയ കാലാവസ്ഥ മാറുക, ഭരണവിരുദ്ധ വികാരം അതെവിടെ ഇല്ലാതാക്കാൻ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലുള്ള ആ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം മൊത്തത്തിൽ മാറാനുള്ള വലിയ സംഭവങ്ങളൊന്നും നമ്മുടെ കൺമുന്നിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ ആധികാരികമായിട്ട് പറയാൻ. ഇപ്പം ഉടൻ തന്നെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടോ ആളുകളുടെ മനോഭാവത്തിൽ, ചിന്താഗതിയിൽ ഒക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ മുമ്പിലില്ല. അപ്പോൾ അതല്ല പ്രശ്നം. ഇത് പറയാനിടയാക്കിയ ഒരു കാരണം, ഒരു ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയുന്നത്, റീസൺ എന്ന് പറയുന്നത് പാലക്കാട്ടെ സ്ഥാനാർത്ഥിത്വമാണ്. പാലക്കാട് ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJPക്ക് ഒരു മണ്ഡലത്തിൽ നിർത്താവുന്ന ഏറ്റവും കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തുന്നു. സ്വാഭാവികമായിട്ടും UDFനെ സംബന്ധിച്ചിടത്തോളം ചില പ്രശ്നങ്ങളുള്ള മണ്ഡലമാണ്. ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വഴിയൊരുക്കി കൊടുത്തൊരു മണ്ഡലം. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്രതീക്ഷിതമായ ചില ആരോപണങ്ങളിൽ കുടുങ്ങുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്തു പോകേണ്ടി വരുന്നു. അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ആ മണ്ഡലത്തിൽ സ്വീകാര്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ, പൊതു സ്വീകാര്യതയുള്ള അല്ലെങ്കിൽ മൊത്തത്തിൽ സ്വീകാര്യതയുള്ളൊരു സ്ഥാനാർത്ഥി, മാത്രമല്ല പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലെ ഷാഫി പറമ്പിൽ അവരെ അനുകൂലിക്കുന്നൊരു വിഭാഗം പാലക്കാടുണ്ട് എന്നുള്ളൊരു രഹസ്യമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ എതിർക്കാത്ത അല്ലെങ്കിൽ അവർക്ക് കൂടി സ്വീകാര്യനായ, പാർട്ടി തന്നെ രണ്ട് രീതിയിൽ ചിന്തിക്കാത്ത ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് പൊതുവെ UDF ആഭിമുഖ്യം പുലർത്തുന്ന പലപ്പോഴും പ്രസംഗങ്ങളിലും പ്രവൃത്തികളിലും ഒക്കെ എപ്പോഴും UDFന് അവിടെ സോഫ്റ്റ് കോർണർ കാണിക്കുന്ന അല്ലെങ്കിൽ UDFന് അനുകൂലമായി സംസാരിക്കുന്ന ഈ പറയുന്ന രമേശ് പിഷാരടിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത്. അങ്ങനെ പിഷാരടി ഇനിയിപ്പോൾ CPMൻ്റെ കണക്കിൽ ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയാണോ, കോമാളിയായ സ്ഥാനാർത്ഥിയാണോ, അരസംഖ്യയാണോ, മുക്കാൽ സംഖ്യയാണോ, മുഴുസംഖ്യയാണോ, ഇതൊന്നും പറയാൻ ഞാൻ ആളല്ല. അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ, യഥേഷ്ടം മനോധർമ്മം പോലെ പ്രയോഗിച്ചോട്ടെ. എൻ്റെ ദൃഷ്ടിയിൽ ഏതായാലും രമേശ് പിഷാരടി അരസംഖ്യയോ മുഴുസംഖ്യയോ മുക്കാൽ സംഖ്യയോ ഒന്നും പറയാൻ മതിയായ ഒരു കാരണവും ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം സാധാരണഗതിയിൽ ജനാധിപത്യത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചുമൊക്കെയാണ് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് സംസാരിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഞാനൊരു കോൺഗ്രസ് അനുഭാവിയായി മാറുന്നതെന്ന് പലവട്ടം ആവർത്തിച്ചിട്ടുള്ള ആൾ കൂടിയാണ്. അപ്പോൾ ആ ആരോപണങ്ങൾ അവിടെ നിൽക്കട്ടെ. യഥാർത്ഥത്തിൽ അവിടെ ഒരു ഡീലുണ്ട് എന്ന് പറയാനിടയാക്കിയ കാരണം എന്താ? അവിടെ സാധാരണഗതിയിൽ എനിക്കറിയാം, ഞാൻ പാലക്കാട് മാതൃഭൂമിയിൽ ബ്യൂറോയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ആദ്യമായിട്ട് ഷാഫി പറമ്പിൽ അവിടെ മത്സരിക്കാൻ വരുന്നത്. ഷാഫി പറമ്പിൽ അവിടെ മത്സരിക്കാൻ വരുമ്പോൾ അത് CPMൻ്റെ ഒരു സിറ്റിംഗ് സീറ്റായിരുന്നു. KK ദിവാകരൻ എന്ന് പറയുന്ന CITU നേതാവായിരുന്നു. KSRTC CIT യൂണിയൻ്റെയൊക്കെ അനിഷേധ്യ നേതാവായ പ്രമുഖനായ നേതാവ്. ഞാൻ കണ്ടിട്ടുള്ള രാഷ്ട്രീയക്കാരിൽ ഏറ്റവും മാന്യനായ ഒരു വ്യക്തി എന്ന് വിശേഷിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ദിവാകരനേട്ടൻ. ഞങ്ങളൊക്കെ അങ്ങനെ വിളിച്ചിരുന്നത്. അത്രയും സത്യസന്ധനായ, അത്രത്തോളം ആർജവമുള്ള, നേരെ പോ എന്നുള്ളൊരു പ്രകൃതക്കാരനായൊരു മനുഷ്യൻ, വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു വ്യക്തി. പക്ഷെ അദ്ദേഹത്തിന് ഷാഫി പറമ്പിലിൻ്റെ ആ യുവത്വത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനായില്ല. വേറിട്ടൊരു പ്രചരണ ശൈലി കാഴ്ചവെച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ അദ്ദേഹത്തെ പോലെ എന്താ പറയുക, പക്വതയുള്ള, അദ്ദേഹത്തെ പോലെ ഇങ്ങനെ വളരെ എന്താ പറയുക ഒരു സാത്വികത ഉള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് എങ്ങനെയൊക്കെയോ അദ്ദേഹത്തിന് എന്തുകൊണ്ടോ ഷാഫിയുടെ മുമ്പിൽ പരാജയപ്പെടേണ്ടി വന്നു. പക്ഷെ അതൊരു മാന്യമായ പരാജയമായിരുന്നു. വലിയ ഭൂരിപക്ഷത്തിലൊന്നും അല്ല പരാജയപ്പെട്ടത്, പക്ഷെ തോറ്റുപോയി. അതിനുശേഷം ഇന്ന് വരെ CPM അവിടെ 3-ാം സ്ഥാനത്തേ എത്തിയിട്ടുള്ളൂ. പിന്നീട് വന്നവരൊക്കെ 3-ാം സ്ഥാനത്തേക്ക് പോയി. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴും E ശ്രീധരൻ മത്സരിച്ചപ്പോഴും ഏറ്റവും ഒടുവിൽ ഈ പറഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ഈ പറഞ്ഞ കൃഷ്ണകുമാർ മത്സരിച്ചപ്പോഴും ഒക്കെ ഈ CPM 3-ാം സ്ഥാനത്തേക്ക് പോയി. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? അതായത് CPMനെ സംബന്ധിച്ചിടത്തോളം അവിടെ UDF തോറ്റേ തീരൂ. UDFനെ തോൽപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവരുടെ മുമ്പിലുള്ളൊരു പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത്, ഇതൊന്നും ഒരു ആക്സിഡൻ്റൽ കോയിൻസിഡൻസ് ഒന്നും അല്ല. ഇതിൻ്റെ പിന്നിലൊക്കെ മാസ്റ്റർ ബ്രെയിൻ ഉണ്ട്. സ്മൃതി, ഒന്ന് ആലോചിച്ച് നോക്ക്. അതായത് E ശ്രീധരൻ എന്ന് പറയുന്ന അതികായനായ BJP നേതാവ് നിന്നിട്ട് ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രന് BJP വോട്ടുകളൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും, ശേഖരിക്കാൻ പറ്റും. ഒരൊറ്റ വോട്ട് പോലും പോകാതെ ശോഭാ സുരേന്ദ്രന് BJP വോട്ടുകളെല്ലാം ഇൻടാക്റ്റായിട്ട് പിടിക്കാൻ പറ്റിയേക്കാം. അങ്ങനെ തന്നെ വിചാരിക്കാം. എങ്കിൽ പോലും BJPക്ക് അവിടെ അവരുടെ വോട്ട് കൊണ്ട് മാത്രം ജയിക്കാൻ പറ്റുമോ? പറ്റില്ല എന്നുള്ളതാണ് വസ്തുത. പിരായിരിയും മാത്തൂരും കണ്ണാടിയും അപ്പുറത്ത് കിടക്കുകയാണ്. E ശ്രീധരൻ അദ്ദേഹം മത്സരിച്ച സമയത്ത് 6000-ഓ 8000 വോട്ടിനോ മറ്റോ, അല്ലെങ്കിൽ 6000-ത്തിലധികം വോട്ടിന് നഗരസഭാ പ്രദേശത്ത് ലീഡ് ചെയ്തിട്ടും, ഷാഫിയേക്കാൾ ലീഡ് ചെയ്തിട്ടും
അപ്പുറത്ത് പിരായിരിയും കണ്ണാടിയും മാത്തൂരും എണ്ണിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഏതാണ്ട് അത്രത്തോളം വോട്ടിന് തോൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ BJP വോട്ടുകൾ മുഴുവൻ പിടിച്ചെടുത്താലും അതുകൊണ്ട് മാത്രം അവിടെ ഈ പറയുന്ന പിഷാരടിയോ അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ പറ്റില്ല. അവിടെ തോൽക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും ശക്തിയായ ന്യൂനപക്ഷ വോട്ടുകൾ വിഭജിക്കപ്പെട്ടേ തീരൂ. ഏത് BJP സ്ഥാനാർത്ഥി നിന്നാലും എത്ര ശോഭയല്ല, ഇനി ആരായാലും സാക്ഷാൽ എന്താ പറയുക ചന്ദ്രശേഖര പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ വന്നു നിന്നാലും BJP വോട്ടുകൾ കൊണ്ട് മാത്രം അവിടെ ജയിക്കാനൊക്കില്ല. അപ്പോൾ പിന്നെ ന്യൂനപക്ഷ വോട്ടുകളിൽ ഭിന്നിക്കണം. അതിലൊരു ഭാഗം UDFന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടെങ്കിലും പോകണം, ഒന്നെങ്കിൽ BJPയിലേക്ക് പോകണം. അത് സംഭവിക്കാൻ പ്രയാസമാണ്. കാരണം അവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകളുടെ മഹാഭൂരിപക്ഷവും മുസ്ലിം വോട്ടുകളാണ്. വളരെ കുറച്ച് വോട്ടുകളെ ക്രിസ്ത്യൻ വോട്ടുകളുള്ളൂ. അതുപോലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഉറപ്പുള്ള കാര്യമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചേ തീരൂ, ന്യൂനപക്ഷ വോട്ടുകൾ വിഭജിച്ചെങ്കിൽ മാത്രമേ പാലക്കാട് BJP സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ പറ്റൂ. അത് അവരെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല, അതിന് പുറത്തു നിന്നുള്ളൊരു സഹായം വേണം. ആ സഹായമാണ് ഫലത്തിൽ ഇന്നുവരെ പേര് കേൾക്കാത്ത, നമ്മൾ ആരും കേൾക്കാത്ത 10 കൊല്ലം പാലക്കാട് ജോലി ചെയ്തിട്ട് ഒരു ഹോട്ടൽ ഉടമ എന്നതിനപ്പുറത്ത്, NMR ഗ്രൂപ്പിൻ്റെ സാരഥി എന്നതിനപ്പുറത്ത് അദ്ദേഹത്തിന് രാഷ്ട്രീയം ഉണ്ടെന്നോ രാഷ്ട്രീയ ചായ്വ് ഉണ്ടെന്നോ രാഷ്ട്രീയ പക്ഷപാതം ഉണ്ടെന്നോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരാൾ ഒരു സുപ്രഭാതത്തിൽ ഈ പറയുന്ന LDFൻ്റെ അല്ലെങ്കിൽ CPMൻ്റെ സ്ഥാനാർത്ഥിയായി പാലക്കാട് വരുമ്പോൾ അതിന്റെ പിന്നിൽ എന്തെങ്കിലും സംശയിച്ചാൽ ആരെയെ കുറ്റം പറയാൻ പറ്റുക? നിതിൻ ഗഡ്കരിയെ പോലെയുള്ള എത്ര പവൻമാറ്റ് അല്ല. ശ്രീ ജോർജ് പൊടിപ്പാറ, CPM ഈ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഘട്ടം വന്നപ്പോൾ പാർട്ടി സെക്രട്ടറി തന്നെ പറയുന്നുണ്ട്, ജയിക്കാൻ ആവശ്യമായ വോട്ട് ഞങ്ങൾക്ക് അവിടെ ഇല്ല, അതായത് പാർട്ടിക്ക് ആ രൂപത്തിൽ സ്വരൂപിക്കാനാവില്ല എന്ന് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അല്പം സ്വീകാര്യനായ വോട്ട് പിടിക്കാൻ സാധ്യതയുള്ള ഒരാൾ എന്ന നിലയ്ക്ക് ഈ പറയുന്ന ബിസിനസ്സുകാരനെ സമീപിക്കുന്നു. അദ്ദേഹത്തിന് അവിടെ ഈ പറയുന്ന എല്ലാ ആളുകൾക്കിടയിലും ഒരു സ്വാധീനമുണ്ട്. അങ്ങേക്ക് അത്ര പരിചയമില്ല എന്ന് പറയുന്നു, ശരി. പക്ഷേ അവിടെ ഒരു പൊതുസമൂഹത്തിനിടയിൽ ഒരു സ്വീകാര്യത അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് CPM അവകാശപ്പെടുന്നത്. അപ്പോൾ പരമാവധി അത്തരം വോട്ടുകൾ സമാഹരിക്കാനുള്ള ശ്രമം CPM നടത്താമല്ലോ. അങ്ങ് പറഞ്ഞോളൂ. നടത്താൻ എന്താ വിരോധം? നടത്തുന്നതിൻ്റെ പിന്നിൽ ഞാൻ പറയുന്നത് രാഷ്ട്രീയം നോക്കുമ്പോൾ എങ്ങനെയാണ് എനിക്ക് വിശകലനം ചെയ്യാൻ പറ്റുന്നത്. കാരണം അത്രത്തോളം സ്വീകാര്യതയും അത്രത്തോളം എന്താ പറയുക ബഹുജനത്തിന് അത്രമാത്രം അദ്ദേഹത്തോട് അഫക്ഷൻ ഉണ്ടെങ്കിൽ കഴിഞ്ഞ തവണ ഈ കോൺഗ്രസിൽ നിന്ന് വീണ് കിട്ടിയ സരിനെ നിർത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അന്നേ അദ്ദേഹത്തിന് നിർത്തി. ഉപതെരഞ്ഞെടുപ്പ് എത്രയോ പ്രധാനമായിരുന്നു, അല്ലെങ്കിൽ ഒരു വലിയ ഒരു ടഫ് ഫൈറ്റ് ആയിരുന്നല്ലോ. ആ ഘട്ടത്തിലൊന്നും ആലോചിക്കുക പോലും ചെയ്യാത്ത അങ്ങനെ ഒരു പേര് പോലും നമ്മൾ കേട്ടിട്ടില്ല. അദ്ദേഹം പ്രചാരണത്തിന് ഇറങ്ങിയതായിട്ട് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഇപ്പോൾ പിടിച്ചു നിർത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ സതുദ്ദേശം മാത്രമാണെന്ന് കരുതാൻ എൻ്റെ രാഷ്ട്രീയ നിരീക്ഷണം അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയ വിശകലനത്തിന് കഴിയുന്നില്ല എന്നത് ഞാൻ വിനയപൂർവ്വം ഖേദപൂർവ്വം ശ്രീ അരുൺകുമാറിനോട് പറയാണ്. ഒരുപക്ഷെ എനിക്ക് തെറ്റാവാൻ ഞാൻ പറയുന്നത്, എങ്കിൽ പോലും അങ്ങനെ കരുതാൻ ന്യായമുണ്ട്. അരുൺകുമാർ അതിന് മറുപടി പറയാം. ന്യൂനപക്ഷ വോട്ട് ഭിന്നിപ്പിക്കുക, അങ്ങനെ ഭിന്നിപ്പിച്ച് ശോഭാ സുരേന്ദ്രന് ഒരു സാഹചര്യം ഒരുക്കുക. അപ്പോൾ ശോഭയെ വിജയിപ്പിച്ചാൽ എന്താണ് പകരമായി നൽകുക? പകരം തിരിച്ച് ഈ പറഞ്ഞ 10 ഇടങ്ങളിൽ, അതാണ് ഈ 10 ഇടങ്ങളുടെ കാര്യം പറയുന്നത്, അവിടെ ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. അപ്പോൾ 2 ഇടത്ത് ജയിക്കാൻ കഴിഞ്ഞാൽ മതി ബിജെപിക്ക് ഒന്ന് നിയമസഭയിൽ എത്തിയാൽ മതി, പകരം തുടർ ഭരണത്തിന് സഹായിക്കാം എന്ന വാഗ്ദാനം നൽകിയെന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത് അരുൺകുമാർ. ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി ഒരു വാദം പറഞ്ഞല്ലോ, നേമത്ത് ഞങ്ങളുടെ വോട്ട് ഘടകകക്ഷിയെ നിർത്തിയപ്പോൾ കുറഞ്ഞു, പിന്നെ ഞങ്ങൾ കെ മുരളീധരനെ നിർത്തിയപ്പോൾ വോട്ട് കൂടി. ഞാൻ ആദ്യം അതിന്റെ കണക്ക് പറഞ്ഞു. 62,000 വോട്ട് കോൺഗ്രസിന് ഉണ്ടായിരുന്ന നേമത്ത് അത് കുറഞ്ഞ് 17,000 മാറി. പിന്നെ കെ മുരളീധരൻ വന്നപ്പോൾ അച്ചിലൂടെ കൂടി ഒരു 30,000 എത്തി. ഇതിനാണ് ഡീൽ എന്ന് പറയുന്നത്. ഒരു മുന്നണി, ഒരു കൊയലീഷൻ എന്ന് പറഞ്ഞാൽ ഏക ലക്ഷ്യത്തോടെ, ഒരു സമവായത്തോടെ, അഭിപ്രായ ഐക്യത്തോടെ ഒരു മുന്നണിയുടെ ഭാഗമായി വിവിധ രാഷ്ട്രീയ കക്ഷികൾ അണിനിരക്കുന്നു. അതിൽ ഏത് ഘടകകക്ഷി മാറി മാറി മത്സരിച്ചാലും ആ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിനാണ് കാര്യം. അപ്പോ കോൺഗ്രസ് മാറി കോൺഗ്രസിന്റെ UDF മുന്നണിയിലെ മറ്റൊരു കക്ഷി വന്നപ്പോ 62,000 17,000 കുറഞ്ഞു എന്നും, പിന്നെ കോൺഗ്രസ് തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് വോട്ട് കൂട്ടി 30,000 ആക്കി എന്ന് പറയുന്നതാണ് ഡീല്. ആ കുറഞ്ഞ വലിയ ശതമാനം വോട്ട് ആർക്ക് ആര് എപ്പോൾ കൊടുത്തു എന്നതാണ് ഡീലിന്റെ കണ്ടീഷൻ.
അത്തരം ഡീല് പല ഘട്ടത്തിലും നിങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥി വന്നപ്പോൾ ഞങ്ങൾ വോട്ട് തിരിച്ചു കുറച്ചൊക്കെ കൊണ്ടുവന്നു എന്ന് പറയുന്ന ആ ഡീല് സമ്മതിച്ച ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ വക്താവിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കുറച്ചെങ്കിലും സത്യം പറയാൻ താങ്കൾ സാമർത്ഥ്യം കാണിച്ചല്ലോ, അഭിനന്ദനങ്ങൾ. പിന്നെ ഇവിടെ പറഞ്ഞു തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ മുനിസിപ്പാലിറ്റി BJP ഭരിക്കുന്നു, അവിടെ ചോദിച്ചോട്ടെ അരുൺകുമാർ, ഈ പറയുന്ന 2016 ഇപ്പോ ഒന്ന് പറയൂ. 2016 അവിടെ BJP ഇത് ശരിയല്ല. അല്ല, എന്റെ സംശയമാണെന്നേ. 2016 BJP അക്കൗണ്ട് തുറക്കുന്നത് അല്ലേ? അപ്പോൾ അവിടെ ഘടകകക്ഷിക്ക് അങ്ങേക്ക് സമയം തരാം. 2016 ഈ BJP അക്കൗണ്ട് തുറക്കുന്നു. 2011 ഈ പറഞ്ഞ ഘടകകക്ഷിക്കാണ് കൊടുക്കുന്നത്, 2016 ഘടകകക്ഷിക്കാണ് കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ അതിനെ എങ്ങനെയാണ് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രമുള്ള ഒരു ഡീലായി കാണാൻ പറ്റുക? 2 തവണ ചാരുപാർ രവി, സുരേന്ദ്രൻപിള്ള മത്സരിക്കുന്നുണ്ട്. പിന്നെയാണ് അവിടെ മുരളീധരൻ വരുന്നത്. ഇനി അങ്ങ് പറഞ്ഞോളൂ. വളരെ ബഹുമാനത്തോടെ പറയട്ടെ, ഈ 3 പേര് ചർച്ച നടത്തുമ്പോഴും അങ്ങേക്ക് ഒരു സംശയമില്ല, ഒരു ഇന്റർഫറൻസ് ഉണ്ടായിരുന്നില്ല. വലിയ തെരഞ്ഞെടുപ്പ് തിരക്കിന്റെ ഇടയിലാണ് ഈ 1 മണിക്കൂർ ചർച്ചയുടെ ഭാഗമായിട്ട് മാറ്റിവെക്കുന്നത്. അങ്ങനെ ഒരുപാട് സംശയം ഉണ്ടെങ്കിൽ നാളെ തൊട്ട് ചർച്ചയ്ക്ക് വിളിക്കരുത്, എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ഒറ്റ കാര്യം, ഇവിടെ 32,000 വോട്ട് അല്ല 62,000 വോട്ടിൽ നിന്ന് 17,000 ആയിട്ട് കുറയുന്നതും അത് പിന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വരുമ്പോൾ 30ലേക്ക് കൂടുന്നതും ആ വർഷം വച്ച് പരിശോധിച്ചാൽ ഈ ഡീല് കൃത്യമായി സാധാരണക്കാരായ ജനാധിപത്യ വിശ്വാസികൾക്ക്, രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കൊക്കെ മനസ്സിലാകും. അങ്ങേക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ എനിക്ക് ആ സംശയം തീർത്തു തരാൻ എനിക്ക് കഴിവില്ലെന്ന് നിങ്ങൾ കരുതിക്കോളും. പിന്നെ ഇവിടെ ഈ RV ബാബു എന്ന് പറയുന്ന ഒരു വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ VD സതീശൻ തന്നെ പറവൂര് ഓരോ തവണ വിജയിക്കുന്നത് എങ്ങനെയാണ് ആ ചർച്ചകൾ നടക്കാറ്, എത്ര വോട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നതെന്ന് ഈ RV ബാബു തന്നെ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പലതവണ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ അതൊന്ന് എടുത്ത് പരിശോധിക്കുക. KG മാരാർ വടകര അതുപോലെ ബേപ്പൂർ ഡീലിനെ കുറിച്ച് ഞാനൊന്ന് പറയട്ടെ, താങ്കളൊന്ന് ക്ഷമിക്കൂ. എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കിട്ടുന്ന തുച്ഛമായ സമയത്താണ് താങ്കളുടെ എല്ലാ സംശയങ്ങളും. ആയിക്കോട്ടെ, ഏത് സംശയം തീർത്തു തരാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഈ ഇന്റർഫറൻസ് ഒന്നും മര്യാദകേടാണ്, അത് നിർത്തിവെക്ക്. സമയമൊക്കെ ഉണ്ട്. KG മാരാർ എഴുതിയിരിക്കുന്ന പുസ്തകത്തിന്റെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 312ാമത്തെ പേജിൽ ഈ വടകര ബേപ്പൂർ ഡീലിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കോലീബി സഖ്യം, അവിടെ ആർക്ക് വോട്ട് ചെയ്തു എന്നും അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നും അത് പരാജയപ്പെട്ടതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതും അങ്ങൊന്ന് എടുത്ത് വായിച്ച് പരിശോധിക്കുക. ഇതൊക്കെ ഞങ്ങൾ പറയുന്നത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വെച്ച്, ഓരോ അനുഭവസ്ഥർ എഴുതിയ വിവരങ്ങൾ വെച്ചും പറഞ്ഞ വിവരങ്ങൾ വെച്ചുവാ. പക്ഷെ കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം എന്താ? അങ്ങ് ഉണ്ടയില്ല വെടിവെക്കുക. 10ഓളം മണ്ഡലങ്ങളിൽ ഇപ്പൊ 7 എണ്ണം വന്നു. എന്തെങ്കിലും ഒരു ആരോപണം, സംശയത്തിന്റെ ഒരു കണിക, എന്തെങ്കിലും ഒരു തെളിവിന്റെ കണിക ഒന്നുമില്ല. പൊതുരാഷ്ട്രീയം ചർച്ചയാക്കരുത്. ഇപ്പൊ എന്തായിരുന്നു വലിയ വിവാദം ഇവിടെ? 10 വർഷം മുമ്പുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല. 10 വർഷം മുമ്പുള്ള കാര്യങ്ങളുമായിട്ട് താരതമ്യ പഠനം നടത്തിയ ഞങ്ങൾ നേരെ ഹൈക്കോടതി പോകും. അത് ചോർന്നു, ഇത് ചോർന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ കേസിന് പോകും. ഇതൊക്കെ കണ്ടില്ലേ? ഹൈക്കോടതി പോയും സുപ്രീം കോടതി പോയും ഗുഡ് ഗവേണൻസ് നടത്തുന്ന ഒരു ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത്. അതുകൊണ്ട് ഗുഡ് ഗവേണൻസ് ആണ് കേരളത്തിലെ ഭരണം എന്ന് കൃത്യമായി കോടതി വിധിയിലൂടെ അംഗീകാരം വാങ്ങിച്ചു തന്നവരാണ് ഈ UDF-കാർ. അതുകൊണ്ട് UDF-ന്റെ ഈ നേതാക്കന്മാരോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. കാരണം കൃത്യസമയത്ത് പോയി കോടതി വിധി മേടിച്ചു തന്നു. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയം, UDF ഉയർത്തുന്ന രാഷ്ട്രീയം, BJP ഉയർത്തുന്ന രാഷ്ട്രീയമാണ്. പ്രകടന പത്രികയുമായി നമുക്ക് ചർച്ച നടത്താം, ഒരു കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് ചർച്ച നടത്താം. പക്ഷെ ഇതൊന്നും ചർച്ചയാക്കാതെ അങ്ങ് 3-4 ദിവസം ഡീല്. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഡീലാണെങ്കിൽ മഹാസഖ്യം. ഞാൻ ഇരിക്കുന്ന പ്രദേശത്ത് വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തില് NDAയും കോൺഗ്രസും ഒരുമിച്ച് ഭരിക്കുക. അതൊരു ചർച്ചയല്ല, കാരണം അവർ ഭരിച്ചോട്ടെ. ഇവിടെ CPM LDF. ഞാൻ ചോദിക്കുന്നു, എന്തെങ്കിലും ഒരു തെളിവിന്റെ കണിക ആരെങ്കിലും പുറത്തുവിടട്ടെ. UDF-ന്റെ ഏത് നേതാക്കൾ, മാധ്യമങ്ങൾ പുറത്തുവിടട്ടെ. എന്നിട്ട് ഒറ്റ കാര്യം പറഞ്ഞു, ഒരു മുസ്ലിം മതത്തിൽപ്പെട്ട ഒരാൾ സ്ഥാനാർത്ഥിയായിട്ട് വന്ന അപ്പൊ തന്നെ ന്യൂനപക്ഷ വോട്ടിനെ വിഭജിക്കാൻ. ഇവിടെ ഏതെങ്കിലും മതം നോക്കിയിട്ടാണോ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്? B. ഗോപാലകൃഷ്ണൻ പറഞ്ഞ വാചകം ഇവിടെ ഉണ്ട്. അത്തരത്തിലുള്ള ഒരു വാചകം എന്നൊക്കെ മതനിരപേക്ഷ കേരളത്തിന്റെ എല്ലാ തരത്തിലുള്ള ചെറുത്തുനിൽപ്പുകളെയും തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ്. കേരളത്തിന്റെ മക്ക എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പൊന്നാനിയിൽ ജയിച്ചു വരുന്നത് ശ്രീരാമകൃഷ്ണനും നന്ദകുമാറും അടക്കമുള്ളവരാ.
അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്ര നടയിലുള്ള മണ്ഡലത്തിൽ ജയിച്ചു വരുന്നത് അക്ബറും അബ്ദുൽ ഖാദറും അടക്കമുള്ളവരാ. അതാണ് കേരളത്തിന്റെ പാരമ്പര്യം. അവിടെയാണ് പാലക്കാട് ഒരു സ്ഥാനാർത്ഥി വന്നു, അത് ന്യൂനപക്ഷമാണ്, അത് ന്യൂനപക്ഷ വോട്ട് ഡിവൈഡ് ചെയ്യും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം KT ജലീലിനെ മത്സരിപ്പിച്ചു, അതുപോലെ TK ഹംസയെ മത്സരിപ്പിച്ചു, അതുപോലെ സെബാസ്റ്റ്യൻ പോളിനെ മത്സരിപ്പിച്ചു, അതുപോലെ പ്രൊഫസർ MK സാനുവിനെ മത്സരിപ്പിച്ചു. ഒരു മണ്ഡലത്തിൽ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റാത്തിടത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തുക, പ്രയോജനപ്പെടുത്തുക, പരമാവധി വോട്ട് ആർജിക്കുക, ഞങ്ങളുടെ കരുത്ത് തെളിയിക്കുക. അത് ഞങ്ങളുടെ കൃത്യമായിട്ടുള്ള രീതിയാണ്. 1957 തന്നെ കൃഷ്ണയ്യരടക്കം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടല്ലേ മത്സരിച്ച്? എത്രയോ പേർ അന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. അത്തരത്തിലുള്ള പരീക്ഷണത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള പരീക്ഷണമായി കാണാതെ വോട്ട് ഡീലാണ്, അവിടെ ഡിവൈഡ് ചെയ്യാനാണ്, ഇവിടെ ഡിവൈഡ് ചെയ്യാനെന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള അല്പത്തരമാണ്. രാഷ്ട്രീയമില്ലാത്ത സാഹചര്യത്തിലേക്ക് വലതുപക്ഷം മാറുന്നതാണ് നാം കാണുന്നത്. അതുകൊണ്ട് ഇവർ ആരോപണങ്ങൾക്ക് പുറകെ പൊക്കോട്ടെ. ഞങ്ങൾ ശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണവും പര്യടനവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനിയുള്ള 15 ദിവസവും ഞങ്ങൾ ഇതുവരെ നടത്തിയ കാര്യങ്ങൾ, ഞങ്ങൾ ഇനി നടത്താൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കും. കണക്കൊക്കെ അവിടെ നിൽക്കട്ടെ. 110 സീറ്റോടെ ഞങ്ങൾ അധികാരത്തിൽ വരും, അതിലും മേലെ. അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരും B ഗോപാലകൃഷ്ണനും പറയുന്ന അതേ രൂപത്തിലാണ് പാലക്കാട്ടെ ഇപ്പോൾ LDF സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉയർത്തുന്ന ആരോപണം. രണ്ടിനെയും സമീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യത്തിലും അങ്ങ് മറുപടി നൽകണം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ജിൻഡോ, മറുപടി നൽകാം. സ്മൃതി, ഞാൻ ഈ 10 വർഷം മുമ്പുള്ള കഥകളെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ നമുക്ക് കുറെ കാലം മുമ്പെന്ന് തുടങ്ങണം. RSSന്റെയും ജനസംഘത്തിന്റെയും പിന്തുണയോടുകൂടി ആദ്യമായിട്ട് കേരള നിയമസഭയിലെത്തിയ പിണറായി വിജയൻ എന്ന യുവ MLA ചരിത്രം തൊട്ട് ഇങ്ങോട്ട് നിലമ്പൂർ ബൈ ഇലക്ഷന്റെ സമയത്ത് ഹിന്ദു മഹാസഭയുടെ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന ഇതിന്റെ പാപഭാരം പേറുന്ന ഹിന്ദു മഹാസഭയുടെ പിന്തുണ സ്വീകരിച്ച വിജയരാഘവൻ എന്ന പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ നിലപാടിനെ കുറിച്ചിട്ട് RSSുമായിട്ട് പല കാലങ്ങളിൽ കൂടിച്ചേർന്ന് പോയിട്ടുണ്ടെന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ നിലപാടിനെ കുറിച്ച്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 10 വർഷം മുമ്പുള്ള കഥകളെ കുറിച്ച് അധികം പറയാതിരിക്കുന്നതാണ് എന്തുകൊണ്ട് അരുൺകുമാറിന്റെ പാർട്ടിക്കും മുന്നണിക്കും നല്ലത്. ഇനി നിങ്ങൾക്ക് RV ബാബുവിന്റെ പുസ്തകത്തെയാണ് കൂടുതൽ വിശ്വാസമെങ്കിൽ എനിക്ക് പറയാനില്ല. കാരണം ഇപ്പോ സംഘപരിവാറിനും CPMനും ഒരേ സ്ഥലത്തു നിന്നുള്ള പുസ്തകം അടിച്ചു വിതരണം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാം, ഒരേ പാർട്ടി ക്ലാസ് ആയിരിക്കാം. പക്ഷെ ഞാനൊരു കാര്യം പറയാം. നിയമത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ ആലപ്പുഴ ലോക്സഭയും തൃശ്ശൂർ ലോക്സഭയും ഒക്കെ നമുക്ക് ഇഴകീറി പരിശോധിക്കണം. നിയമത്ത് 2011 അത് ഞങ്ങൾ ഘടകകക്ഷിക്ക് കൊടുത്ത സീറ്റാണ്. ചാരുപാറ രവിയാണ് മത്സരിച്ചത്. അദ്ദേഹത്തിന് 20,248 വോട്ടാണ് കിട്ടിയത്. പക്ഷെ 2016 സുരേന്ദ്രൻ പിള്ളയ്ക്ക് സീറ്റ് കൊടുത്തപ്പോൾ 13,000 വോട്ടായിട്ട് അത് കുറഞ്ഞു. 13,800 ചില്ലം വോട്ടായിട്ട് കുറഞ്ഞു. അതായത് 6,500 വോട്ടിന്റെ വ്യത്യാസമാണ് ഏകദേശം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ആ 2016 O രാജഗോപാൽ ജയിച്ചത് 24,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. ശിവൻകുട്ടിയേക്കാൾ 24,000 വോട്ടിന്റെ 4,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. അപ്പോ O രാജഗോപാലിന്റെ വോട്ട് വിഹിതം കൂടിയിരിക്കുന്നത് 2011 നിന്ന് 16 43,000 നിന്ന് 67,000 കൂടിയിട്ടുണ്ടെങ്കിൽ 24,000 വോട്ട് O രാജഗോപാൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. UDF നിന്ന് പോയ 6,500 വോട്ടിന്റെ പാപഭാരം മാത്രം നമ്മൾ ഏറ്റെടുത്ത പോരെ? അങ്ങനെ നിങ്ങൾ പറയുന്ന കണക്കനുസരിച്ച് മറിഞ്ഞു പോയതാണെങ്കിൽ 6,500 വോട്ടിന്റെ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുത്താൽ മതി. ബാക്കിയുള്ള 18,000 വോട്ടിന്റെ ഉത്തരവാദിത്തം അരുൺകുമാറിന്റെ പാർട്ടി ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇനി 2021 K മുരളീധരൻ മത്സരിക്കുമ്പോൾ ഞങ്ങൾ കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചത് എന്നുള്ള ഉത്തരവാദിത്ത ബോധത്തോടെ പറയുന്നതിന് കാരണം 23,000 വോട്ട് K മുരളീധരൻ വർദ്ധിപ്പിച്ചതിന്റെ മാത്രം ഫലത്തിലാണ് 4,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശിവൻകുട്ടി ജയിച്ചത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ നിങ്ങളുടെ കേമം കൊണ്ടല്ല നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ചത്. ഞങ്ങൾ ഘടകകക്ഷിക്ക് ആ സീറ്റ് കൊടുത്തപ്പോൾ ഞങ്ങളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് ചില പാളിച്ചയുണ്ടായി. അത് 6,500 വോട്ടിന്റെ വ്യത്യാസമാണ്. പക്ഷെ BJP ജയിച്ചത് 24,000 വോട്ടിന്റെ വ്യത്യാസത്തിലാണ്. ബാക്കി 18,000-18,000 വരുന്ന വോട്ടിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇനി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച ആലപ്പുഴയിൽ 1,00,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം അവർക്ക് വോട്ട് കൂടിയപ്പോൾ നിങ്ങളുടെ ഒരേ ഒരു കനലായിട്ടുള്ള ആരിഫിന്റെ വോട്ടുകൾ 1,00,000-ലധികം താഴ്ന്നുപോയി. ആ വോട്ട് പോയത് ശോഭാ സുരേന്ദ്രനിലേക്കാണ്. KC വേണുഗോപാൽ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ ശോഭാ സുരേന്ദ്രൻ തൃശ്ശൂരിലെ പോലെ തന്നെ പാർലമെന്റ് MP ആകുമായിരുന്നു. നിങ്ങൾ വോട്ട് കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കനൽ തരിയെ വെള്ളമൊഴിച്ച് കിടത്തുന്ന കാഴ്ചയാണ് ആലപ്പുഴയിൽ കണ്ടത്. ഇനി തൃശ്ശൂർ പാർലമെന്റ് സീറ്റിന്റെ പേരിൽ ഞങ്ങൾ ഒരുപാട് പഴി കേട്ടതാണ്. നിങ്ങളൊന്ന് ഇഴകേറി പരിശോധിക്കണം. അവിടെ വോട്ട് ജോലി നടന്നിട്ടുണ്ട്, കള്ളവോട്ട് നടത്തിയിട്ടുണ്ട്, ഒരുപാട് കൃത്രിമങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ള ഒരുപാട് ഫാക്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതൊന്നും ഏറ്റുപിടിക്കാൻ CPM തയ്യാറായിട്ടില്ല.
ആകെ ഒരു സുനിൽകുമാർ ഇടയ്ക്കിടയ്ക്ക് കരയുന്നതല്ലാതെ. ഇനി ഒരു കാര്യം പറയാം, നിങ്ങളുടെ മന്ത്രിയായിട്ടുള്ള ബിന്ദുവിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി ഇരിങ്ങാലക്കുട, LDFന്റെ മന്ത്രിയായിട്ടുള്ള രാജന്റെ കോൺസ്റ്റിറ്റ്യുവൻസി ഒല്ലൂരടക്കം 6 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 6 കോൺസ്റ്റിറ്റ്യുവൻസിയിലും BJP ലീഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾ തന്നെ ജയിച്ചിട്ടുള്ള LDFന്റെ MLA ഉള്ള ഗുരുവായൂർ K മുരളീധരനാണ് ലീഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പാപഭാരം ഞങ്ങൾക്ക്. തൊട്ട് മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ച മുഴുവൻ സ്ഥലങ്ങളിലും BJP ലീഡ് ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്തം ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് നിങ്ങൾ ഒരുപാട് കാലം കള്ളം പറഞ്ഞു. അപ്പൊ ഈ ഡീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ രേഖ വെച്ച് പരിശോധിക്കുമ്പോൾ ഉത്തരവാദിത്തം നിങ്ങളുടെ തലയിൽ തന്നെ വരും. ഇനി അടുത്തത് ഇല്ല, ഞാൻ പെർമിറ്റ് ചെയ്യുന്നില്ല. എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. നിങ്ങൾ തമ്മിൽ ഡീലിൽ നിങ്ങൾ തമ്മിൽ ഡീൽ ഇല്ലെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി തൃശ്ശൂർ പ്ലീസ് സംശയം നമുക്ക് സംശയം തീരില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയട്ടെ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് വന്ന് പ്രസംഗിച്ച നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ആഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്ത് നടത്തി എന്ന് അറിയാമെന്ന് പറഞ്ഞു. നാളിതുവരെ കേന്ദ്ര സർക്കാർ അക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. സ്വർണ്ണക്കടത്ത് കേസിൽ, ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ശിവശങ്കരൻ 112 ദിവസം ജയിലിൽ കിടന്നു. എന്നിട്ട് എന്റെ മുഖ്യമന്ത്രിയുടെ ഒരു ചോദ്യം ചോദിക്കാതിരുന്നത് ശിവശങ്കരൻ ഒരു ടിഷ്യൂ പേപ്പർ കൊടുത്താൽ ഒപ്പിടുമെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ലൈഫ് മിഷൻ കേസ്, സ്വർണ്ണക്കടത്ത് കേസ്, മകളുടെ മാസപ്പടി, മകന് വന്നിട്ടുള്ള ED നോട്ടീസ്, കരുവന്നൂരിലെ കള്ള സഖാക്കന്മാരുടെ വിഷയം, മൊയ്തീന്റെ സ്വത്ത് കണ്ടെടുത്തി എന്ന് പറഞ്ഞ ED നോട്ടീസ്, ഇങ്ങനെ ഒരുപാട് കേസുകൾ ചർച്ച ചെയ്യപ്പെടാനുണ്ട്. അപ്പൊ ഡീലിന്റെ ഭാഗമായിട്ടാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയ വേട്ടയുടെ ഭാഗമായിട്ട് പ്രതിപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ ED ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര ഏജൻസികളുടെ കേടികൾ വന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രിയോട് ഇത്തരം ചോദ്യം ചോദിക്കാൻ ധൈര്യമില്ലാതിരിക്കുന്നതോ താല്പര്യമില്ലാതിരിക്കുന്നതോ അത് ഇവര് തമ്മിലുള്ള ഡീലിന്റെ 10 വർഷക്കാലത്തെ പ്രവൃത്തി ബന്ധം കൊണ്ടാണെന്നുള്ള തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എന്ത് ഡീൽ, ഈ പറയുന്ന 7 മണ്ഡലങ്ങൾ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കൂടി അരുൺകുമാർ ചോദിക്കുന്നുണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പൊളിറ്റിക്സ് പറയണമെന്നാണല്ലോ CPM പറയുന്നത്. ഈ മണ്ഡലങ്ങളിൽ ഇപ്പോ ശബരിമല നിലനിൽക്കുന്ന മണ്ഡലത്തിലെ NDAയുടെ സ്ഥാനാർത്ഥി പറയുന്നത് ഈ വിഷയം, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ ശബരിമല വിഷയം ചർച്ച ചെയ്യില്ലെന്ന്. NDAയുടെ BJPയുടെ സ്ഥാനാർത്ഥിയുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റാണ്. അത് കഴിഞ്ഞ് കുമ്മനന്റെ രാജശേഖരൻ തിരുത്തിയെന്നാ പറയാം. പക്ഷെ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം പിന്നീട് ആസൂത്രിതമായിട്ട് തിരുത്തുന്നതിൽ വലിയ അർത്ഥമില്ല. ഇവര് ശബരിമല വിഷയം NDA ചർച്ച ചെയ്യാത്തതിന് കാരണം എന്താ? ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തി ശാസ്താവിന്റെ സ്വർണം കട്ടത് CPMന്റെ സഖാക്കന്മാരുടെ നേതൃത്വത്തിലാണെന്നുള്ള വസ്തുതകൾ ചർച്ച ചെയ്യപ്പെടേണ്ട എന്നുള്ളത് NDAയുടെ BJPയുടെ താല്പര്യമാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട എന്നുള്ളത് BJPയുടെ താല്പര്യമാണ്. ഇവിടെ KPCCയുടെ നേതൃത്വത്തിൽ വിശ്വാസ സംരക്ഷണ ജാഥ നടത്തുകയും നിരന്തര സമരങ്ങളുമായിട്ട് തെരുവ് നിറയുമ്പോൾ BJPയും അതുപോലെയുള്ള സംഘടനകളും NDA അടക്കമുള്ള ആളുകൾ പിണറായി വിജയന് പാദസേവ ചെയ്യുന്ന തിരക്കിലായിരുന്നു. ഇനി ഒരു കാര്യം കൂടി, യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ U-turn അടിച്ചു. ആ വിഷയവും NDAക്ക് ടേക്ക് ചെയ്യേണ്ട. അതുപോലെ അമ്പലക്കള്ളന്മാരെ, സാധാരണക്കാരെ മുതൽ ശബരിമല ശാസ്താവിനെ വരെ കൊള്ളയടിക്കുന്ന അമ്പലക്കള്ളക്കന്മാരെ വിചാരണ ചെയ്യേണ്ട. വിലക്കയറ്റം മുതൽ നികുതി ഭീകരത വരെ സകലമായ മനുഷ്യരെ ബാധിക്കുന്ന ഒരു രാഷ്ട്രീയ വിഷയങ്ങളിലും NDAക്കും BJPക്കും ടേക്കില്ല. ഈ പുത്തൻകുരിശിൽ പറഞ്ഞ സഖ്യത്തെ കുറിച്ച് 2 തവണ പറഞ്ഞുകൊണ്ടാണ് ജിൻഡോ അതിനോട് മറുപടി. ഞാൻ ചോദിക്കട്ടെ സ്മൃതി, അമേരിക്കയിൽ പോയപ്പോ പിണറായി വിജയന്റെ അടിവസ്ത്രം എടുത്തു കൊടുത്ത അച്ഛനെ പോലെ പരിചരിച്ചത് സാബുവും ജേക്കബാണെന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ ഇതുവരെ അതിനെ എതിർത്തിട്ടുണ്ടോ? ഡിസോൺ ചെയ്തിട്ടുണ്ടോ? അച്ഛനെ കുറിച്ചും മകളെ കുറിച്ചിട്ടും എനിക്ക് പറയാനുള്ളത് വിളിച്ചു പറഞ്ഞാൽ അച്ഛനും മകളും കൽത്തുറങ്കിൽ കിടക്കുമെന്ന് സാബുവും ജേക്കബ് വിളിച്ചു പറഞ്ഞിട്ട് ഇവരാരെങ്കിലും തിരുത്തിയിട്ടുണ്ടോ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ 2 MP-മാരുണ്ടായിരുന്ന ചാലക്കുടിയിലും എറണാകുളത്തും മാത്രമാണ് 2020 സ്ഥാനാർത്ഥിയെ നിർത്തിയത്. എന്തുകൊണ്ടാണെന്നറിയോ? ആലപ്പുഴയിൽ ഒരേ ഒരു കനൽത്തരികളടുത്ത് പോയി 2020 മത്സരിക്കാതിരുന്ന കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്നുള്ളത് സംഘപരിവാർ താല്പര്യങ്ങൾ കാലങ്ങളായിട്ട് നടപ്പാക്കുന്നതാണ് 2020യുടെ നിലപാട്. അതുകൊണ്ടാണ് PV ശ്രീനിധനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട്, സജീന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020 പണിയെടുത്തത്. വോട്ട് ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട്, സർക്കാർ വിരുദ്ധ വോട്ടുകൾ, ജനദ്രോഹ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വോട്ട് ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് 2020 നടത്തുന്ന പൊറാട്ട് നാടകങ്ങളാ. അല്ലെങ്കിൽ അടിവസ്ത്രം എടുത്തു കൊടുത്ത അച്ഛനെ പോലെ കണ്ട ആ പിണറായി സത്യം വിളിച്ചു പറയുന്നേ, നാട്ടുകാരെ കൊള്ളയടിക്കുന്ന അച്ഛനും മകളും കുടുംബക്കാരും ജയിലിൽ പോകട്ടെ. ശരി അരുൺകുമാർ മറുപടി. ഒറ്റ കാര്യമുള്ളൂ. ഇപ്പൊ തൃശ്ശൂരിലെ ആ മണ്ഡലം ഈ മണ്ഡലം എന്നൊക്കെ പറഞ്ഞ് വിവരിക്കുന്നത് കേട്ടല്ലോ. നമ്മൾ മിണ്ടാതിരുന്നതാണ്. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കേൾക്കണല്ലേ. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന് കുറഞ്ഞത് 86,650 വോട്ടാണ്.
ഞങ്ങൾക്ക് 18 മണ്ഡലങ്ങളിലും തിരിച്ചടി കിട്ടുമ്പോഴും ഞങ്ങൾക്ക് തൃശ്ശൂർ മണ്ഡലത്തിൽ 16,500 വോട്ട് കൂടി. അതുകൊണ്ട് ഇത്തരത്തിലൊക്കെ ചർച്ചയുടെ ഭാഗമായിട്ട് താങ്കൾ വിവരിക്കണം, ജനം കേൾക്കട്ടെ. പിന്നെ കുറെ കേസുകളുടെ കാര്യം പറഞ്ഞല്ലോ. 12 തവണ നിങ്ങൾ ഹൈക്കോടതി പോയില്ലേ, 6 തവണ സുപ്രീം കോടതി പോയില്ലേ? ഏതെങ്കിലും ഒരു കേസിൽ നിങ്ങൾ ഉന്നയിച്ച വാദം ശരിവെക്കുന്ന സാഹചര്യം ഉണ്ടായോ? ഞാൻ പറഞ്ഞല്ലോ, 2 തവണ ഹൈക്കോടതി സുപ്രീം കോടതി ഗുഡ് ഗവേണൻസ് തന്നു. ഇപ്പം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആരോപണം പറഞ്ഞു. മാത്യു കുഴൽനാടൻ ഓടിയ ഓട്ടം, രേഖ എന്ന ഒരു അക്ഷരം പറഞ്ഞാൽ 10 ലക്ഷം രൂപ താങ്കൾക്ക് ഫൈൻ അടയ്ക്കുമെന്ന് പറഞ്ഞ് ഓടിയ ഓട്ടം, ക്യാമറ, ജലമെട്രോ, KI ഫോൺ, സ്പ്ലിംഗർ, അതുപോലെ ഡേറ്റ, നവകേരള സർവേ, ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഇനിയും 15 ദിവസം ചർച്ചയിൽ വന്ന് ഇങ്ങനെയൊക്കെ കേരളത്തിന്റെ ഗവൺമെന്റ് അതുകൊണ്ട് പരാതി, കോടതി, ഇതൊക്കെ പറയണം, അന്വേഷണ ഏജൻസി എല്ലാം പറയണം. അല്ല, ഞാൻ ചോദിക്കട്ടെ സ്മൃതി, റിട്ടയർഡ് ആകുന്ന ചീഫ് ജസ്റ്റിസ് പിണറായി വിജയന്റെ സൽക്കാരം വാങ്ങുന്നത്, അതുപോലെ തന്നെ ലോകായുക്തയുടെ ജഡ്ജിമാര് പിണറായി വിജയന്റെ സൽക്കാരം വാങ്ങുന്ന കാഴ്ച കേരളത്തിൽ നമ്മൾ കണ്ടതാ. ജഡ്ജിമാരുടെ എല്ലാ വിധികളും വെയിറ്റ് ചെയ്യും, ഞാൻ മറുപടി പറയാം. വെയിറ്റ് ചെയ്യും. താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. താങ്കൾ എന്തിനെത്ര പേടിക്കുന്നേ? ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ താങ്കൾ ഭയക്കുന്നത് എന്തിനാ? താങ്കൾ വെയിറ്റ് ചെയ്യും. എന്റെ ഒരു മറുപടി എനിക്ക് ഒരു മിനിറ്റ് മതി. എനിക്ക് ഒരു മിനിറ്റ് മതി. കേൾക്കാം ജിൻഡോ പറയുന്നത് കേൾക്കാം. ജിൻഡോ പറയൂ. അരുൺകുമാർ, ഞാൻ പറയുമ്പോ താങ്കൾ എന്തിനാണ് ഭയപ്പെടുന്നത്? താങ്കൾ എന്തിനാ ഭയപ്പെടുന്നത്? സാധാരണക്കാരന്റെ പണമെടുത്ത്, സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുത്ത് ചെലവാക്കിക്കൊണ്ട് ചിരിച്ചുപോയി, അത്രേ ഉള്ളൂ. ഇവിടെ ജഡ്ജിമാർക്കെതിരെ പ്രകടനമൊക്കെ നടന്നിട്ടുണ്ട് ഇതിനു മുൻപ്. അരുൺകുമാർ ഒന്ന് പറയട്ടെ പ്ലീസ്. ജിൻഡോ പൂർത്തിയാക്കൂ. ഏതെങ്കിലും ഒരു കേസ് ജിൻഡോ പൂർത്തിയാക്കൂ. കേസായിട്ട് പോകുമ്പോ ഒരെണ്ണം ജയിക്കണ്ടേ? ഒരെണ്ണം. താങ്കൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകള് എന്ത് സേവനം ചെയ്തിട്ടാ മാസപ്പടി വാങ്ങിയത്? എന്ത് സേവനം ചെയ്തിട്ടാ? അരുൺകുമാർ ഒന്ന് പറഞ്ഞേ, എന്ത് പണിയാണ് അവർ ചെയ്തത്? ഒന്നാമത്തെ ശമ്പളം കിട്ടിയത് എന്ത് പണിയാണ് ചെയ്തത്? ഇതുവരെ പുറത്തു എടുത്ത് കാണിച്ചത് ശങ്കരാചാര്യ 10 ലക്ഷം രൂപ ഫൈൻ അടയ്ക്കുമെന്ന് പറഞ്ഞ് ഇനിയും നിങ്ങൾക്ക് സുപ്രീം കോടതി പറഞ്ഞ വാദം ചോദിക്കല്ലേ? നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. It is not a public interest litigation, it is a publicity interest litigation എന്ന് പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ? രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിന് വേണമെന്ന് പറഞ്ഞില്ലേ? ഈ രാജ്യത്ത് ഏതെങ്കിലും പ്രതിപക്ഷ നേതാവിന് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? സാധാരണക്കാർക്ക് അറിയണ്ടേ? നിങ്ങൾ ചർച്ച ചെയ്യ്. സാധാരണക്കാർക്ക് അറിയണ്ടേ? പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടും നിങ്ങൾ ചർച്ച ചെയ്യ്. ഇതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ. ഏതെങ്കിലും ഒരു കേസ് 12 കേസായിട്ട് പോയതല്ലേ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും? ഒരു പരാമർശം എന്തായിരുന്നു? ഡേറ്റ, നവകേരള സർവേ, ഇപ്പൊ എങ്ങനെ തകർക്കുമെന്ന് പറഞ്ഞ് പോയതല്ലേ ഡൽഹിക്ക്? ഗുഡ് ഗവേണൻസ് കേരളത്തിൽ സുപ്രീം കോടതി പറഞ്ഞ വിധി മേടിച്ചു തന്നിരിക്കുന്നു. ഇത് തന്നെയാ ജനങ്ങളോട് ഞങ്ങൾ പറയുന്നത്. സുപ്രീം കോടതി പറഞ്ഞ ഗുഡ് ഗവേണൻസ് ആണ് കേരളത്തിൽ നിന്ന് ഞങ്ങൾ ജനങ്ങളോട് പറയുക. ഇത് ജനങ്ങൾ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുക ഗുഡ് ഗവേണൻസിനെ കുറിച്ച്. ആ ഗുഡ് ഗവേണൻസിന്റെ ഭാഗമായിട്ടാണ് ആന്തൂരിലെ സാജൻ തൂങ്ങി മരിച്ചത്. ഗുഡ് ഗവേണൻസിന്റെ ഭാഗമായിട്ടാണ് മാഞ്ഞൂരിലെ വ്യവസായി ഗുഡ് ഗവേണൻസിന്റെ ഇൻഷുറൻസ് പദ്ധതിയും ഇല്ലാതാക്കപ്പെട്ടത് ഗുഡ് ഗവേണൻസിന്റെ ഭാഗമായിട്ടാണ്. ഈ ജോലി 300-ൽ നിന്ന് 7,400 സ്റ്റാർട്ടപ്പ്, അങ്ങനെ രാഷ്ട്രീയം അത് ഞങ്ങൾ ചർച്ച തസ്തികയിൽ പിൻവാതിലൂടെ നയമനം നടത്തുന്ന ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരള ബാങ്ക് പിരിച്ചുവിടും. തുരങ്കപാത ഞങ്ങൾ അനുവദിക്കില്ല. അതുപോലെ ദേശീയപാത കമ്മീഷൻ ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഹൈവേ അനുവദിക്കില്ല. മലയോര ഹൈവേ അനുവദിക്കില്ല. കപ്പൽ വരാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞത് കേരളം ചർച്ച ചെയ്യുമ്പോഴാണ് നിങ്ങൾ കാലത്തിന്റെ ചവിറ്റുകൊട്ടയിൽ നിന്ന് ആരോപണമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ചർച്ച ചെയ്യും മിസ്റ്റർ. ഇല്ലാത്ത ആളുകളാണ് പറയുന്നത്, കപ്പലിന്റെ കഥ പറയുന്നത്. 5,000 പത്രത്തിൽ വാർത്ത പഠിപ്പിച്ച പിണറായി വിജയന്റെ പാർട്ടിയുടെ നേതാവ് പറയാണ് കപ്പൽ വരുന്ന കഥ. എത്ര തവണ ചർച്ച ചെയ്തു? 17 കൊല്ലം മുമ്പേ വിഴിഞ്ഞത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്നു. 2ാം തവണ ബോട്ട് ഇറങ്ങില്ലെന്ന് പറഞ്ഞല്ലേ നിങ്ങൾ? അതുപോലെ തന്നെ ക്രെയിൻ വരുമ്പോൾ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ലെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് പോയി. 2ാം ഘട്ട ഉദ്ഘാടനത്തിന് മുമ്പ് ചിരിച്ചുകൊണ്ടിരുന്നല്ലോ.
ഒരൊറ്റ പൊളിറ്റിക്സ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ പറ്റുമോ? ഒറ്റ വികസന കാര്യം, ഒറ്റ ക്ഷേമ കാര്യം, പശ്ചാത്തല സൗകര്യ വികസന കാര്യം ഒന്നുമില്ലല്ലോ നിങ്ങളുടെ കയ്യിൽ. ശരി, നമുക്ക് അടുത്ത ദിവസം ഇരിക്കാം. അടുത്ത ദിവസം ഡീലിന്റെ കാര്യത്തിൽ കൂടുതൽ മണ്ഡലങ്ങളുടെ തെളിവുമായി പ്രതിപക്ഷ നേതാവ് വരുന്നതെന്ന് നോക്കാം. അതല്ല, ഇപ്പോൾ അരുൺകുമാർ പറഞ്ഞതുപോലെ സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് പ്രതിപക്ഷം നീങ്ങുന്നതെന്ന് നോക്കാം. ശ്രീ ജോർജ് പൊടിപാറ, ശ്രീ അനുരാജ്, നിങ്ങളിലേക്ക് കൂടുതൽ സമയം വരാൻ കഴിഞ്ഞില്ല, ക്ഷമിക്കണം. അടുത്ത ദിവസം ഇരിക്കാം. വളരെ നന്ദി അഡ്വക്കേറ്റ് കെ.എസ്. അരുൺകുമാർ, ഡോക്ടർ ജിൻഡോ ജോൺ, എ.കെ. അനുരാജ്, ജോർജ് പൊടിപാറ ചർച്ചയിൽ പങ്കെടുത്തതിന്. കാണാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.